നമുക്ക് കണ്ണെടുക്കാൻ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ മനോഹരമായ സായാഹ്നത്തിൽ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ പുത്രൻ്റെ രക്തത്തിൽ പിറന്ന മക്കളായി ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ പിതാവിനെ കുറിച്ച് അറിയുവാൻ വലിയ ആഗ്രഹത്തോടെ കൂട്ടിവരുത്തിയതും അവിടുത്തെ ആത്മാവിൻ്റെ സ്നേഹമാണ് നിങ്ങൾ അറിയുന്ന കർത്താവേ. കർത്താവ്, ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യം ഒരിക്കൽ കൂടി ഒന്നും കൂടി കർത്താവ് കേൾക്കുവാൻ, കർത്താവിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ ഒരിക്കൽ കൂടി കർത്താവ് ഞങ്ങൾക്ക് അറിയുവാനായിട്ട് ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. ഇതിനകത്ത് കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ശാന്തമാക്കി തരണം. ജോലി ഭാരത്തിലൊക്കെ ക്ഷീണത്തിൽ ഓടി വന്നവരാണ് ഞങ്ങളെല്ലാവരും. കർത്താവ്, അതുകൊണ്ട് എല്ലാ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങളെല്ലാം നല്ല നിലത്തിൽ വീഴത്തക്കവണ്ണം, അത് ഫലം കൊടുക്കത്തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ചേർന്ന് അവരും കർത്താവ് ആത്മീയതയിലേക്ക് വളരുവാൻ, ആ വചനം കേട്ട് ഒരുമിച്ച് പണിയപ്പെടുവാൻ, ഒരുമിച്ച് പ്രത്യാശയിൽ വളരുവാൻ കർത്താവെ അങ്ങ് ആ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ചെയ്യാൻ പോകുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഞാനിന്ന് ആഗ്രഹിച്ചത് ദൈവരാജ്യത്തിൻ്റെ നമ്മുടെ ക്ലാസ് ആയതുകൊണ്ട് 29 ക്ലാസ്സുകൾ കഴിഞ്ഞ് നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു ഫൗണ്ടേഷൻ നമ്മൾ വീണ് കഴിഞ്ഞായിരുന്നു. നമ്മൾ അടുത്ത ആഴ്ച പോലെ അതിൻ്റെ മറ്റു വശങ്ങളിലേക്കും ദൈവരാജ്യം എങ്ങനെയാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്, അത് എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ കാലഘട്ടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആഴമായിട്ട് പിന്നീട് പഠിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ആ ദൈവരാജ്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഒരു എന്താ പറയുക, പഴയതൊന്നും അല്ലേ, അവലോകനം നമ്മൾ ഒന്നും കൂടി ചിന്തിക്കാൻ ആഗ്രഹിക്കുക. കാരണം മറ്റൊന്നുമല്ല, എത്ര കേട്ടാലും മനസ്സിലാകാത്ത ദൈവരാജ്യം അല്ലേ. കാരണം വചനം കുറുതലേഖനം 4:4 പറയുക, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് അവിശ്വാസികളുടെ നമ്മുടെ അല്ലേ അവിശ്വാസികൾ കൊരിന്ത് സഭക്കാരുടെ നമ്മുടെ മനസ്സിനെ കുരുടായി കളഞ്ഞിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കേൾക്കാൻ കഴിയാതെ വേണം, കേട്ടാൽ പോലും അത് വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധി പോലെ അത് പലപ്പോഴും ഇരിക്കും. എത്ര ആവർത്തിച്ച് കേട്ടാലും അത് നമുക്ക് എത്ര വീണ്ടും നമുക്ക് എന്താ പറയുക, ആഴങ്ങളിലേക്കല്ലാതെ ഒരിക്കലും അത് മതിയാകുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ചിന്തിക്കാൻ പോകുന്നത് അത് തന്നെ. ദൈവരാജ്യത്തിൻ്റെ ഒന്ന് ആദ്യം മുതൽ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത ആഴ്ച മുതൽ ദൈവരാജ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ക്ലാസ്സുകൾ കിടക്കും. ഇപ്പോൾ ഈ 29 ക്ലാസ്സുകൾ, ഏതാണ്ട് 19 മണിക്കൂർ ക്ലാസ്സുകൾ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് നമ്മൾ നൽകിയത്. അതെന്താ കുറിച്ച് ഒന്നും കൂടി ആദ്യം മുതൽ നമ്മൾ ഓടിച്ചു വിടുക, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. അതുകൊണ്ട് ആഴമായ ക്ലാസ് ഒന്നുമല്ല. നമുക്കറിയാം, ദൈവരാജ്യം കർത്താവ് രാജാവായി ഭരിക്കുന്ന, എന്താ ദൈവരാജ്യം എന്ന് പറയുന്നത്? കർത്താവ് രാജാവായി ഭരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഇത് ജനാധിപത്യം ഒന്നുമല്ല, ഇത് രാജഭരണമാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം രാജാവായി വാഴുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നതാണ്. നമുക്കറിയാം, ദൈവരാജ്യം 2 വ്യത്യസ്തമായ നിലകളിലായിരുന്നു. അത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. ഒന്ന്, ദൈവരാജ്യത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഗവൺമെന്റ് ഉണ്ട്, ഒരു ഹെവൻലി ഫാമിലി, റോയൽ ഫാമിലി ഉണ്ട്. നമ്മൾ ആഴമായി ചിന്തിച്ച 29 ക്ലാസ്സുകൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചത് നമ്മൾ 2 കാര്യങ്ങൾ. ഈ ദൈവരാജ്യം എന്ന് പറയുന്ന കർത്താവ് പ്രസംഗിച്ച അതിനകത്ത് കിടക്കുന്ന മർമ്മം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, ഗവൺമെന്റ്, ഒരു ദൈവം രാജാവായി ഭരിക്കുന്ന ഒരു കൂട്ട് എന്താ പറയുക, ഒരു മറ്റ് ജനാധിപത്യം പോലെ മറ്റുള്ളവർ കേട്ട് എൻ്റെ അഭിപ്രായം ഇതാ, അല്ലെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി, എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഒന്നും ഇവിടെ നമുക്ക് നടക്കത്തില്ല. ഒരൊറ്റ രാജാവേ ഉള്ളൂ, അവിടെ നിന്ന് പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു ഐഡിയോളജി ഒന്നും ഒരു മനുഷ്യനെയും കർത്താവിന് ആവശ്യമില്ല. അതുകൊണ്ട് കർത്താവ് സുവിശേഷ ഭാഗത്ത് എഴുതി വെച്ച ഏറ്റവും മനോഹരമായൊരു വാക്യമുണ്ട്, മനുഷ്യരിൽ എന്തുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മനുഷ്യരെ ഒന്നും വിശ്വസിച്ച്, വായിച്ചിട്ടില്ല നിങ്ങൾ? ഒന്നും വിശ്വസിച്ചേൽപ്പിച്ചില്ല. നമ്മുടെ അകത്ത് എന്താണെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. പാപത്തിൽ വീണ മനുഷ്യൻ്റെ അകത്ത് എന്താണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഒരിക്കൽ പോലും കർത്താവിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ മനുഷ്യന് കഴിഞ്ഞില്ല. നമുക്കതിൽ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഐഡിയോളജിയോ അല്ലെ ഒന്നും നമ്മുടെ കർത്താവിന് ആവശ്യമില്ല. അവിടുന്ന് ഭരിക്കും. ആമേൻ. എന്നല്ലാതെ ദൈവരാജ്യം എന്ന് പറയുന്ന
ഭരണത്തിന് കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രക്കാണെങ്കിൽ നമുക്ക് ഏക മാർഗം എന്ന് പറയുന്നത് ആ ഗവൺമെന്റിനകത്ത് കീഴ്പ്പെട്ടിരിക്കുക എന്ന് മാത്രമാണ്. എനിക്ക് അങ്ങനെ തോന്നി, എൻ്റെ മനസ്സിൽ തോന്നി, എനിക്ക് രാത്രി കണ്ടപ്പോൾ സ്വപ്നം തോന്നി. എന്ത് പേക്കിനാവാകട്ടെ അതൊന്നും ഇതിനകത്ത് നടക്കത്തില്ല. അതൊക്കെ വേറെ അല്ലേ, മാനുഷിക സംഘടനകളിൽ, സഭകളിൽ നടക്കുമായിരിക്കും. പക്ഷെ ദൈവരാജ്യം, ദൈവം ഭരിക്കുന്ന രാജാവായിരിക്കുന്ന അതിനകത്ത് ദൈവത്തിന് വാക്കല്ലാതെ ഒരൊറ്റ വാക്ക് അതിനടുത്ത് കേൾക്കാൻ പാടില്ല. അത് തന്നെ പലപ്പോഴും ഞങ്ങൾ കുറങ്ങൾ സംസാരിക്കുമ്പോഴും പലപ്പോഴും നമുക്ക് അല്ലേ, ഞങ്ങൾ പറയാറുണ്ട്, കർത്താവിൻ്റെ വാക്കാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. മനുഷ്യമായി മാത്രം നമ്മൾ ചിന്തിക്കുന്നേ ഉള്ളൂ. ക്ഷമ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്നത് പോലും. അപ്പോൾ എന്തുമാകട്ടെ, നമുക്ക് ദൈവം രാജാവായി ഭരിക്കുന്ന അതിനകത്ത് ഒരു ഗവൺമെന്റ്, യഥാർത്ഥമായ ഒരു ഗവൺമെന്റ് ആണത്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ അടുത്തേക്ക് ഇറങ്ങും. രണ്ടാമത് ഒരു ഹെവൻലി ഫാമിലി ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലേ, ഒരു റോയൽ ഫാമിലിയിലേക്ക്. എന്നെയും നിങ്ങളെയും ഈ ചേരിയിൽ നിന്നും അല്ലേ, വിദ്യാഭ്യാസമില്ലാത്ത, കൾച്ചറില്ലാത്ത അല്ലേ, നമ്മളെപ്പോലത്തേക്ക് ആൾക്കാരെയൊക്കെ, നിങ്ങളല്ല, എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാ. അപ്പൊ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആ ലോകത്തുനിന്ന് എന്നെയൊക്കെ വിളിച്ചിട്ട് ഒരു റോയൽ ഫാമിലിയിലേക്ക് നമ്മൾ എടുത്തിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ കൾച്ചറിന് മുമ്പിൽ, അവിടുത്തെ സ്നേഹത്തിന് മുമ്പിൽ നമ്മളെയൊന്നും നിൽക്കാൻ പോലും ഇല്ലാത്തൊരു റോയൽ ഫാമിലിയിലേക്ക് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്ന മഹത്വമേറിയ വിളിയാണ് രണ്ടാമത്തെ ദൈവരാജ്യത്തിനകത്ത് സംഭവിച്ചല്ലേ. ഹല്ലേലൂയ. എത്രമാത്രം നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കണം, എത്രമാത്രം നമ്മൾ ആ റോയൽ ഫാമിലിക്ക് ഒത്തവണ്ണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അതിലെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ ഈ അമേരിക്ക പോകുന്ന ആൾക്കാരും ഇവിടെ നിന്ന് തന്നെ എട്ടും പൊട്ടും തിരിയാത്ത ആൾക്കാരാ, വിദ്യാഭ്യാസം പോലാത്ത ആൾക്കാർ, എന്നാലും അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചൈനയിലൊക്കെ പോകുമ്പോൾ കോലുകൊണ്ട് കഴിക്കാൻ പാടില്ല അവിടെ ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കോലുകൊണ്ട് കൊത്തിപ്പറക്കി കിളി കഴിക്കുന്ന പോലെ കഴിച്ച് പഠിക്കും നമ്മൾ. കാരണം എന്താ അറിയാമോ, അവിടെ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ കുഞ്ഞാകാൻ പാടില്ല നമ്മൾ. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ട്രെയിനിങ് എടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ റിലേത്തിൽ, നമ്മുടെ ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മളെല്ലാം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളല്ലേ, നമ്മളെ തന്നെ പണിതെടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച്, സങ്കീർത്തക്കാരൻ പറഞ്ഞ വാക്കുണ്ടല്ലോ അല്ലേ, അമ്മയുടെ പാലുകൂടി മാറിയ ഒരു പൈതലിനെ ശാസിച്ച് അല്ലേ, ഇങ്ങനെ തട്ടി ഉറക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങളെയും നമ്മുടെ കുറവുകളെയും ജഡയിച്ചകളെയൊക്കെ നമ്മൾ തട്ടി ഉറക്കിക്കൊണ്ടിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുക. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. രണ്ട് കാര്യങ്ങളാ. ഒന്ന്, നമുക്കറിയാം ഉൽപ്പത്തി 1:26 നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഒരു ദൈവമക്കളായി തീരും, അല്ലെങ്കിൽ സ്വർഗീയ കുഞ്ഞുങ്ങളായി തീരാൻ വേണ്ടിയാണ്. 1:26 ദൈവം സ്വപ്നം പറഞ്ഞു അല്ലേ, പണ്ട് പഠിച്ചതാ, ജസ്റ്റ് ഓടിച്ചു വിടുകയാണ് നമ്മൾ. ആ സ്വപ്നം പറഞ്ഞു. പക്ഷേ ആ ബൈബിളിന്റെ 66 പുസ്തകത്തിൽ ഒടുക്കത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, 19-ാം അധ്യായം കുഞ്ഞാണ്ട് കല്യാണം, 20-ാം അധ്യായം വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. 21-ാം അധ്യായം ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയുക. നമുക്കറിയാം 21:6 പറയുന്നു, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ആദിയും അന്തവുമാകുന്നു. എന്നിട്ടാണ് 21:7 പറയുന്നത്, ജയിക്കുന്നവരിത് അവകാശമാക്കും, അവർ എനിക്ക് മക്കള്, ഞാൻ അവർക്ക് പിതാവുമായി തീരുന്ന ഒരു വലിയ ഒരു പ്രൊജക്റ്റിലേക്കാണ് ദൈവം എന്നെയും നിങ്ങളെയും ഒന്നാമത് വിളിച്ചിരിക്കുന്ന റോയൽ ഫാമിലിയിലേക്ക്. നമ്മുടെയൊക്കെ കോലം കണ്ടാൽ വിളിക്കുവോ? വായിന്ന് വന്ന വാക്കുകൾ കേട്ടാൽ ആളെ വിളിക്കത്തില്ല. പക്ഷെ വിളിച്ചവൻ ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ നമ്മൾ എപ്പോഴെങ്കിലും കർത്താവ് അനുവദിച്ചാൽ ദത്തെടുത്ത് പുത്രനാക്കുന്ന ഒരു പരിപാടി നമ്മുടെ എഫേസ്യ ലേഖനത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു ബൈബിൾ സ്റ്റഡിയാണത്. നമ്മളെ ദത്തെടുത്ത് പുത്രനാക്കും. ലോകത്തില് ഈ ദത്തെടുക്കുന്ന പരിപാടിയല്ല, കുഞ്ഞുങ്ങളെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്ന പരിപാടിയല്ല വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ. എന്തുമാകട്ടെ, ഉൽപ്പത്തി 1:26 ദൈവം ആഗ്രഹിച്ച സ്വപ്നം വെളിപ്പാട് പുസ്തകം 21:7 6 സംഭവിച്ചു തീർന്നു. 7 ആ സ്വപ്നം നിവൃത്തിയായി നമ്മൾ കണ്ടതാണ് അല്ലേ. അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴുവാൻ വേണ്ടിയാണെന്നൊക്കെ നമുക്കറിയാം. നമ്മളതിനെക്കുറിച്ച് അല്പമായിട്ട് ചേർത്ത് പറഞ്ഞോളാം. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ചെറിയ എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. എന്താ ദൈവരാജ്യം എന്നത്? റോമർ 14:17 അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനുമായി തീരും. ഏതിലാ? ദൈവരാജ്യത്തിനകത്ത് ജനിച്ച് അതിൽ ജീവിച്ച് അതിൽ പിന്തുടരുന്നവൻ. എല്ലാവർക്കും ഉള്ളതൊന്നുമല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, വെളിപ്പാട് ദിവസം 3:20 എന്താ പറഞ്ഞത്? ഞാനിതാ വാതിക്കൽ വന്നു മുട്ടുന്നു, ആരെങ്കിലും സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി ഹൃദയത്തിനകത്തേക്ക് വന്ന് വാഴാമെന്ന് പറഞ്ഞ കർത്താവല്ലേ. അപ്പൊ അതുകൊണ്ട് അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ഏതിലാ? ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ട് അവിടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്, മനുഷ്യർക്ക് കൊള്ളാവുന്നവനായി തീരുന്നത്. അല്ലാത്തതൊന്നും മനുഷ്യന് കൊള്ളത്തില്ല.
പാപത്തിൽ വീണ മനുഷ്യന് നല്ല വശങ്ങളുമുണ്ട്. ഞാനൊക്കെ പണ്ട് മാതാ അമൃതാനന്ദമ്മയുടെ കൂടെ അല്പസമയമൊക്കെ നടന്ന ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ കൂടെ നടന്നതാ. അദ്ദേഹത്തെയൊക്കെ മോൻ കണ്ട നമ്മളെക്കാൾ നല്ലതാ, ചിരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ ഇങ്ങനെ. നമ്മളൊക്കെ പിരിമുറുക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് രസമാ! അപ്പൊ പാപത്തിൽ വീണ മനുഷ്യനും അങ്ങനെ നല്ല വശങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ വിടുന്നത് അതുകൊണ്ട് അതിൽ ആ ദൈവരാജ്യത്തിനകത്ത് ജനിച്ച് അതിൽ ജീവിച്ച് അതിൽ കർത്താവിനെ ജീവിക്കുമ്പോൾ അതിൽ കർത്താവിന് പ്രസാദകരമായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരും. രണ്ടാമത്, നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കൊള്ളാവുന്നവനായി തീരാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊക്കെ അറുപിശുക്കൻ, അർത്ഥ കൈക്ക് ഉപ്പയാക്കാത്തവൻ, അല്ലേ, കഷത്തിൽ ബൈബിൾ വെച്ചുകൊണ്ടിരിക്കുന്നവൻ, അവൻ്റെ അപ്പൻ്റെ തന്നെ സ്വഭാവം കാണിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല വാക്കുകൾ നമ്മളെക്കുറിച്ച് ഇഷ്ടം പോലെ ലോകത്ത് കേൾക്കുന്നുണ്ട്, അല്ലെ? എന്തോ ഇടവിട്ട് ഞാൻ വിടുന്നു. അപ്പൊ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല ഈ ലോകത്ത് കയറുന്ന, അല്ലെ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്ന മറ്റു വശങ്ങളല്ല, അല്ലെ, പാട്ടും കൂത്തും ആട്ടോ ചാട്ടവും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്ന ഒന്നുമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ഒന്നാമത് നീതി, രണ്ടാമത് സമാധാനവും, അടുത്തത് പരിശുദ്ധാത്മാവുള്ള സന്തോഷം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ പഠിച്ചിട്ടുണ്ട്. 1-ാം വാക്യം മുതലൊക്കെ നമുക്കറിയാം. ചിലരൊക്കെ ഒരു ദിവസത്തെ മാനിക്കുന്നു, അല്ലെ, ചിലരൊക്കെ അവന്റെ ബലഹീനത നിമിത്തം ഓരോ മനുഷ്യരൊക്കെ സഹോദരനെ വിധിക്കുന്നതൊക്കെ പറഞ്ഞ് ആഴമായി നമ്മൾ പഠിച്ചത് അതിനെക്കുറിച്ച് 1-ാം വാക്യം മുതൽ. എന്നിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, അല്ലേ? ചില ദിവസങ്ങളെ നല്ല ദിവസങ്ങളായി കാണുന്നു. ആകയാൽ ഓരോരുത്തർ ദൈവത്തോട് കണക്ക് ബോധിക്കേണ്ടി വരും. അതുകൊണ്ട് അന്യോന്യം വിധിക്കരുതെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ, മാനുഷിക വശങ്ങൾ, എന്താ പറയുക, ഫിസിക്കൽ സൈഡ് പറഞ്ഞിട്ട് ഇതൊന്നും അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ആഴത്തെ വിട്ടുപോകുക. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്നത് അത് ഒന്നാമത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷം. നമ്മൾ ആഴമായി അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ഒഴിച്ചു വിടുകയാണെങ്കിൽ, എന്താണ് ഇവിടെ പറയുന്ന ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല, നീതിയും. എന്താ നീതി? പണ്ടോട് പഠിച്ചിട്ടുണ്ട്. റിട്രീറ്റിൽ 3 ദിവസം അത് തന്നെ പഠിച്ചത് നീതിയെക്കുറിച്ച്. ഒട്ടനവധി നീതികളുണ്ട്. മാനുഷികമായ നീതിയുണ്ട്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ മറഞ്ഞു നിൽക്കുന്ന നീതിയുണ്ട്, ക്രൂശിൽ നിവർത്തിച്ച നീതിയുണ്ട്, അല്ലേ? എന്താ ഒറ്റവാക്കിൽ നമ്മുടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന നീതി എന്താണ്? ആഴമേറിയ, എന്നോട് നോട്ട്സ് എഴുതിയിട്ട്, ആഴമേറിയ ദൈവമായുള്ള ആഴമേറിയ ബന്ധത്തിൽ, അല്ലേ? റോമർ 5:1 പറയുന്നു, പണ്ട് ശത്രുക്കളായിരുന്നു, ഇപ്പോൾ അവന്റെ ക്രൂശിന്റെ സ്നേഹനിമിത്തം നമ്മൾ അവനുമായിട്ട് മിത്രമായി തീർന്നു. പിരിയാൻ കഴിയാത്ത ആഴമേറിയൊരു ബന്ധം. അപ്പൊ എങ്ങനെയാ ബന്ധം വരുന്നത്? പിതാവിനെ എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം ആ പിതാവുമായുള്ള ആഴമായ ബന്ധത്തിൽ. അതുകൊണ്ട് ദൈവമായുള്ള ശരിയായ ബന്ധത്തിൽ സൂക്ഷിക്കാൻ പഠിക്കണം നമ്മൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടല്ല. വേദപുസ്തകം നമ്മെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, ഇത് അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിയുമ്പോൾ അത് ശരിയായ ബന്ധത്തിലേക്ക് എന്നെയും പിതാവിനെയും തമ്മിൽ അടുപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും എൻ്റെ ഭൗതിക PS ഗോപി എന്ന് പറയുന്ന അച്ഛനുമായിട്ട്, എന്നെ ജനിപ്പിച്ച അച്ഛനുമായിട്ട് എത്രമാത്രം ബന്ധം, നിങ്ങളുടെ പിതാവുമായിട്ട്, നിങ്ങളുടെ അമ്മയായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ബന്ധം. അമ്മ, അല്ലേ, ആ ജനനം മുതൽ അമ്മേനെ അറിയുകയും അമ്മയുടെ സ്നേഹവും ഒക്കെ അനുഭവിച്ചത് കൊണ്ടാണ്. അപ്പൊ അതുപോലെയുള്ള ആഴമായ ബന്ധമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശരിയായ ദൈവമായുള്ള ഒരു ശരിയായ ബന്ധം. ഹല്ലേലൂയ. ഒരു പനി വന്നാൽ ഇട്ടേച്ച് കളയുന്ന ബന്ധം, പോകുന്ന ബന്ധമല്ല. ഒരു കടബാധിത വന്നാൽ കളയുന്ന ബന്ധമല്ല. ഒരു ജോലി നഷ്ടമായി പോയാൽ അവസാനിക്കുന്ന ബന്ധമല്ല ഇത്. ഹല്ലേലൂയ. ഒന്നും മിണ്ടില്ല നിങ്ങൾ. നമ്മളിത് ആരംഭിച്ച ബന്ധം അത്, അല്ലേ, ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധം തന്നെയാണ് യഥാർത്ഥമായ. ഹല്ലേലൂയ. അത്രയ്ക്കും ആഴമേറിയ പുത്രന്റെ ജീവനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ഒരു ബന്ധമാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധം നമ്മൾ എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം നമുക്ക് പിതാവുമായിട്ട് നമുക്കുണ്ടായിരിക്കും. അവനെ തകർക്കുവാൻ ഒരുത്തരും കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെല്ലാം വന്നാലും, നന്മകൾ കൊണ്ട് കൂമ്പാരം കൂട്ടിയാലും അവൻ്റെ അപ്പനെ വിട്ടു പോകാൻ കഴിയത്തില്ല. കാരണം അതെല്ലാം അവൻ പുറകിലേ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചാലും അവൻ പറയും, ഞങ്ങളെ വിളിച്ച കർത്താവ് നമുക്ക് മതി. തന്നവനും എടുത്തവനും ഒരുവൻ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൊതു കുത്തണമെങ്കിൽ സ്വർഗീയ പിതാവ് അനുവദിക്കേണ്ടി വരും. പിന്നെ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും ലാഭം വന്നാലും ഇതൊക്കെ പിതാവ് അറിഞ്ഞുകൊണ്ട് തന്നെയാ. കറച്ചിലേക്ക് ചില വഴിയിൽ കൂടി നടന്നു പോകുമ്പോഴേ നമ്മുടെ അകത്തെ സ്വഭാവങ്ങളൊക്കെ വെളിപ്പെട്ട് വരത്തുള്ളൂ. അപ്പൊ അതൊക്കെ ചിലതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാ, അതൊക്കെ നമ്മൾ വിട്ടുപോകുന്നു. അതുകൊണ്ട് ശരിയായൊരു ബന്ധം നമ്മൾ ഈ ദിവസങ്ങളിൽ വീണ്ടും 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 പിതാവുമായിട്ട്, നമുക്കറിയാം ഇത്രക്കധികം ആൾക്കാർ നമ്മുടെ ബൈബിൾ സ്റ്റഡി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ യഥാർത്ഥമായ ദൈവമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് തന്നെയാണ്.
ഹല്ലേലൂയ. അല്ലെങ്കിൽ 2, 3, 10, 15 പേരിൽ ഒതുങ്ങുന്ന ബൈബിൾ സ്റ്റഡിയൊക്കെ ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? യഥാർത്ഥമായി ഇനിയും ആളുകളിലേക്ക് നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല. ജസ്റ്റ് ഫൗണ്ടേഷൻ മാത്രമാണ്. യഥാർത്ഥമായ തൃത്വം എന്ന് പറയുന്ന, ട്രിനിറ്റി എന്ന് പറയുന്ന, ലോകം എന്ന് പറയുന്ന തല്ലുപിടിക്കുന്ന ആ വെളിപ്പാടൊക്കെ ചില മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്നത് ഒന്നാമത് നീതിയാണ്. അത് മറ്റൊന്നുമല്ല, ഞാനും പിതാവുമായുള്ള ആഴമേറിയ ശരിയായൊരു ബന്ധത്തെക്കുറിച്ച്. ഹല്ലേലൂയ. അതിനെ തകർക്കുവാൻ ഒരുത്തനും കഴിയത്തില്ല. ഒരു ബന്ധങ്ങൾക്കും ഒരു സമ്പത്തിനും ഒരു ആരോഗ്യത്തിനും ഒന്നിനും തകർക്കാൻ കഴിയത്തില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം സമാധാനം എന്നൊക്കെ പറയുന്നത് ദൈവരാജ്യത്തിന്റെ വീണ്ടും ജനിച്ചവന്റെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെയൊക്കെയാണെന്ന് ഒരുപാട് കണ്ടതാ. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുകയാണ്. നമ്മൾ ഒരുപാട് ആഴത്തിലേക്കൊന്നും പോകുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ദൈവരാജ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ എവിടെയാ ജനിച്ചത്? എളംകുളത്ത്, കടവന്ത്ര, എവിടെയാ? ഇതൊക്കെ ജനിച്ചത്, ഇതൊക്കെ കടവന്ത്രയും എളംകുളവും മെഡിക്കൽ ട്രസ്റ്റും മെഡിക്കൽ സെന്ററൊക്കെയാ, ശരിയാ. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ ജനിച്ചത് ഭരിക്കുന്ന ദൈവം, രാജാവായിരിക്കുന്ന ദൈവരാജ്യത്തിനകത്താണ്. ഹല്ലേലൂയ. അവിടെ ഒരുത്തൻ പോലും, ഒരു ശത്രു പോലും ഇല്ല അതിനകത്ത്. കാരണം ദൈവമാണ് രാജാതി രാജാവ്. രാജഭരണം എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട് നമുക്ക്. രാജഭരണത്തെക്കുറിച്ച് നമ്മൾ അതിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ രാജഭരണത്തെക്കുറിച്ച് ആഴമായി പഠിക്കും നമുക്ക്. അതുകൊണ്ട് ആ ദൈവരാജ്യത്തിനകത്ത് ജനിച്ചിരിക്കുന്ന മക്കളാ നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഇതിവിടെ വെളിപ്പെട്ട് വന്നേ മതിയാകത്തുള്ളൂ. വേറെ ഏതെങ്കിലും ഫലങ്ങൾ വെളിപ്പെട്ട് വരുന്നു എങ്കിൽ ഓർത്താ മതി, മുടി അഴിച്ചിടുക, അല്ലേ എന്നൊക്കെ പറയുക, ഇത് ഓർത്താ മതി. അത് വേറെ ഏതോ രാജ്യം കീറിട്ടുണ്ട് ഉള്ള സമയത്ത് അല്ലെ വലിച്ചങ്ങ് പുറത്തേക്ക് കളഞ്ഞിട്ട് കർത്താവ് രാജാവായി ഭരിക്കുമ്പോൾ അവന്റെ ഫലവും സന്തോഷവും സമാധാനവും ആത്മാവിന്റെ എല്ലാ ഫലവും നമ്മളിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഓർത്താ മതി, കർത്താവിൻ്റെ കൂടെയുണ്ട്. ഞാൻ അവന്റെ രാജ്യത്തിൽ തന്നെയാണ്, അവൻ എന്നെ ഭരിക്കുന്നുണ്ട്. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഓടിച്ചോടിച്ച് വിടുകയാ. പഴയ നിയമമായിട്ട് നമ്മുടെ പുതിയ നിയമം ഒരിക്കലും കൂട്ടിച്ചേർക്കരുത്, അല്ലേ? തൻ്റെ നിക്ഷേപം അവിടെ നമ്മൾ പഠിച്ചത് 7 ദൈവരാജ്യത്തിന്റെ ഉപമകളെ കുറിച്ച്. ഡീറ്റെയിൽ ആയിട്ട് പോയാൽ തീരത്തില്ലല്ലേ. 7 ദൈവരാജ്യത്തിന്റെ ഉപമകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമേ ഉള്ളൂ, ഒരു അധ്യായമേ ഉള്ളൂ, 13-ാം അധ്യായം മത്തായി സുവിശേഷ ഭാഗം. നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിലേക്ക് പിന്നീട് വരും. അവിടെ 7 ഉപമകളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്കാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്ന വാക്യം. ഇതെല്ലാം ഗ്രഹിച്ചുവോ? ഏതൊക്കെയാ? 7 ദൈവരാജ്യത്തിന്റെ ഉപമകൾ. നമ്മൾ ഓരോന്നായിട്ട് അത് പിന്നീട് പഠിക്കും നമ്മൾ. ആ 7 ഉപമകളെ കുറിച്ച് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്ന വാക്ക് അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രി ആരാ? ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ബൈബിൾ നല്ലോണം പഠിപ്പിക്കുന്ന ആരുമാകട്ടെ, ഒരു ശാസ്ത്രിയെ കുറിച്ച് പറയുക. അവൻ എങ്ങനെയാ ചെയ്യേണ്ടത്? തൻ്റെ നിക്ഷേപത്തിൽ നിന്ന്. അപ്പൊ അവൻ എന്തുണ്ട്? ഒരു നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം എന്തൊക്കെയുള്ള നിക്ഷേപമാ? അവന്റെ അകത്തൊരു നിക്ഷേപമുണ്ട്. അത് പുതിയ നിന്നുണ്ട്, പഴയ നിന്നുണ്ട്, അല്ലേ? അപ്പൊ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും എടുത്ത് പഠിപ്പിക്കുന്ന നമ്മുടെ പൗലോസിനെയൊക്കെ പോലെ കർത്താവ് 1800 വാക്ക് സംസാരിച്ചത് പുതിയ നിയമത്തിൽ. അത് 180 വാക്കുകൾ പഴയ നിയമത്തിലെ കോട്ടിങ്ങുകളാണ്. അതുപോലെ എടുത്തു തെളിയിക്കുന്ന ഒരു ശാസ്ത്രിയെ പോലെ ആയിരിക്കണമെന്ന ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഉൽപ്പത്തി പുസ്തകം 3:15 മുതൽ നമ്മുടെ കർത്താവിനെ ക്രൂശ് മരണത്തെക്കുറിച്ച് നമ്മൾ കാണാൻ കഴിയും, അല്ലേ? സ്ത്രീയുടെ സന്തതി. ആരാ സ്ത്രീയുടെ സന്തതി? കർത്താവ് സ്ത്രീയുടെ സന്തതി, അല്ലേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിലെ തലയെ തകർക്കും. അത് കർത്താവ് തന്നെയാ. പക്ഷേ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന സഭയാകുന്ന സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അവൾ പ്രസവിക്കുന്ന ഒരു മാൻ ചൈൽഡ്, പുരുഷത്വം പ്രാപിച്ച ഒരു ശിശുവിനെ പ്രസവിച്ച ശിശുവല്ല, മാൻ ചൈൽഡ്, അല്ലേ? പുരുഷത്വം പ്രാപിച്ചിരുന്ന ശിശു, അല്ലെ? അവനെ കുറിച്ച് പറയുമ്പോൾ തൊട്ട് മോളി പറയുക, അവർ കുഞ്ഞാണ്ട് രക്തം ഹേതുവായും തങ്ങളുടെ വായിലെ സാക്ഷ്യവചനത്താലും നമ്മൾ ആരെ ജയിച്ചത്? അവനെ ജയിച്ചു. തൊട്ട് മോളി പറഞ്ഞ പിശാചിനെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെയും അവന്റെ വിശുദ്ധന്മാരെയും വേർതിരിക്കാൻ കഴിയത്തില്ല ഉൽപ്പത്തി പുസ്തകം മുതൽ. അത് ഇണചേർന്ന് പോകുന്ന ഒരു പുസ്തകമാണ്, അല്ലേ? നമ്മളെയും കർത്താവ് എവിടെയുണ്ടോ അവിടെയൊക്കെ അവന്റെ മണവാട്ടി, അവന്റെ ശരീരം അവിടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ എന്തുവാകട്ടെ,
നമ്മളതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാ. ഇങ്ങനെ പറഞ്ഞായിരുന്നു, പഴയ നിയമം എന്താ പറയുക, പഴയ വസ്ത്രത്തോട് ആരും പുതിയ വസ്ത്രം തുന്നാറില്ല, പഴയ പുതുവീഞ്ഞിനോട് പഴയ വീഞ്ഞ് കൂട്ടിച്ചേർക്കാറില്ല, ചേർത്താൽ പൊട്ടി പൊളിഞ്ഞ് പാളീസായി അവസാനം മൂക്കും വീർപ്പിച്ച് വെറുതെ ഇങ്ങനെ അല്ലെ ചീറ്റി നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും എത്തേണ്ടടുത്ത് നമ്മൾ എത്തത്തില്ല. കാരണം പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞതല്ല പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് 3-2 പ്രാവശ്യം ശാപങ്ങളെക്കുറിച്ചും 1 പ്രാവശ്യം അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് വാലല്ല തലയാകും എലിയല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ആർക്കതൊക്കെ? ആത്മാവിൽ മരിച്ചുപോയവർക്ക്. ഹല്ലേലൂയ. ആത്മാവിൽ മരിച്ചുപോയവർക്ക്, ഉൽപ്പത്തി പുസ്തകത്തിൽ പാപനിമിത്തം ആത്മാവിൽ മരിച്ചുപോയവർക്ക് കൊടുത്തിരിക്കുന്ന നന്മകളാ. അതെടുത്തുകൊണ്ട് പുതിയ നിയമസഭയോട് ചേർത്ത് വെച്ചാൽ ആ പടിവാതുക്കൽ പോലും കയറത്തില്ല, കർത്താവിന്റെ തല്ലുകൊണ്ട് ജീവിക്കേണ്ടി വരും. കാരണം നമ്മളെ കർത്താവ് വീണ്ടും ആത്മാവിൽ ജനിപ്പിച്ചത് ആത്മീയ സത്യങ്ങളെ നമ്മളെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ്. അവർ ആത്മാവിൽ മരിച്ചു പോയത് കൊണ്ട് അവർക്ക് ആത്മീയ മർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും. പ്ലസ് 10 കൽപ്പനകളൊക്കെ കല്ലിൽ പുറത്ത് ഇങ്ങനെ എഴുതി കൊടുത്തു. ഇന്ന് അവർക്ക് പുറമേ ആ കൽപ്പനകളൊക്കെ, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അതല്ല. നമ്മുടെ കൽപ്പനകളൊക്കെ ഇതിനകത്ത് എഴുതി തന്നിരിക്കുക. കാരണം ആത്മീയ സത്യങ്ങളെ പറഞ്ഞാൽ മനസ്സിലാകാൻ തക്കവണ്ണം ഒരു വീണ്ടും ജനനം, ആത്മീയ ജനനം സംഭവിച്ചവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് പഴയ ഇവ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ നേരെ ചൊവ്വ ചേർത്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കീറി പറഞ്ഞ് പോകത്തേയുള്ളൂ. മറന്നു പോകരുത് അല്ലേ? പുതുവീഞ്ഞ് തുരുത്തി വെച്ച തുരുത്തി പോകും. കാരണം ആ തുരുത്തിയല്ല ഇന്ന് ആയിരിക്കുന്ന നമ്മുടെ തുരുത്തി. ശലോമോൻ വലിയ ജ്ഞാനിയായിരുന്നു ശലോമോൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നമുക്കിന്നറിയാം എത്ര ബാലിശമായ വാക്കുകളാണ്. 3000 കടങ്കഥ എന്ന പഴഞ്ചൊല്ലുകളൊക്കെ എഴുതി വെച്ച ജ്ഞാനിയിൽ ജ്ഞാനിയായ, പക്ഷേ മരണാന്തര ജീവിതത്തെക്കുറിച്ചും അധികമായി എഴുതാത്ത അദ്ദേഹത്തെകളേറെ എത്രയോ ജ്ഞാനികളാ ഇരിക്കുന്ന എല്ലാവരും. പിതാവിനെ കുറിച്ചും പിതാവിന്റെ ഭവനത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചും നമുക്ക് നിത്യയുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും ഇന്ന് കർത്താവോട് ജീവിക്കുന്ന അനുഭവങ്ങളും അനുഭവിച്ചറിയുന്നൊരു കൂട്ടരുണ്ടെങ്കിൽ അവരെ ജ്ഞാനിയും എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാ? കാരണം ജ്ഞാനിയായവൻ തന്നെയാണ് ഇതിനകത്ത് വന്ന് വാസം ചെയ്യുന്നത്. അവൻ നമുക്ക് വേണ്ടി ജ്ഞാനമായി തീർന്നു. നീതി മാത്രമല്ല ജ്ഞാനമായി തീർന്നു. അവൻ തന്നെ ആ സാക്ഷാൽ ഇതിനകത്ത് വാസം ചെയ്യുന്നത് അല്ലേ? എത്രയോ എത്രയോ ഉയരങ്ങളിലെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പഴയതുമായ കൂട്ടിച്ചേർത്തുകൊണ്ട് ദൈവരാജ്യത്തിനകത്ത് ജീവിക്കാൻ പൊളിഞ്ഞു പോകത്തേയുള്ളൂ. നമുക്ക് എത്തേണ്ടടുത്ത് എത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വചനങ്ങൾ എടുക്കുമ്പോഴും പഠിക്കുമ്പോഴും അല്ലേ? ഉൽപ്പത്തി സങ്കീർത്തനക്കാരൻ ഒന്നാം സംഗീതത്തിൽ വാക്ക് പറഞ്ഞു, പാപികളിലൂടെ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ്, ദുഷ്ടന്മാരെ പരിഹാസത്തൊക്കെ പറഞ്ഞ് പല ശരി തന്നെയാ. പക്ഷേ ദുഷ്ടന്മാരുടെ മുമ്പിൽ മേശൊരുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നാൽ കാണുന്നത് മൊത്തം ദുഷ്ടന്മാരായിട്ട് നമുക്ക് തോന്നും. അമ്മായിമ്മ മരുമോള് പാസ്റ്റർ മോശം ഉണ്ടാകത്തില്ലല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്കില്ല. നമുക്ക് ശത്രുവേ ഇല്ല. പിന്നെയുള്ള ശത്രു ആരാ? അത് മറ്റവൻ തന്നെയാണ്. നമുക്കറിയാം അല്ലേ? മനുഷ്യരെല്ലാം സ്നേഹത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മളെ ഓടിച്ചു വിടുകയാണ്. ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. കർത്താവ് ഉപമകളിലൂടെ എന്തുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ആത്മീയ സത്യങ്ങളെ ഭൂമിയിലെ കാര്യങ്ങളുമായി ഇണചേർത്ത് പഠിച്ച് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ഉപമകളിലൂടെ കർത്താവ് എന്തുകൊണ്ടാണ് സംസാരിച്ചത്? ഉപമകളിലൂടെ കർത്താവ് എന്തുകൊണ്ടാണ് സംസാരിച്ചത്? നമുക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ. മനസ്സിലാകാൻ വേണ്ടിയല്ല, മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അല്ലേ? അത് ചോദിച്ചുകൊണ്ട് അടുക്കൽ പോയി ശ്രദ്ധയോടെ അവനെ പറ്റിച്ചെന്ന് കർത്താവെ ഇതെന്തുവാന്ന് ചോദിക്കുമ്പോഴാണ് അവൻ നമുക്ക് വെളിപ്പെടുത്തി കൊടുത്തത് അല്ലേ? ശിഷ്യന്മാർക്ക് മാറോട് ചേർന്ന് ചോദിച്ചു, കർത്താവ് ഇതെന്തൊക്കെയാ, ഇതൊക്കെ ഒന്ന് പറഞ്ഞതാന്ന് പറയുമ്പോഴാ അതുപോലെയാ ദൈവം നമ്മളെ ഈ ലോകത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആഴമായി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, 2 കാര്യം നമ്മൾ പഠിച്ചു. റോയൽ ഫാമിലിയും ഗവൺമെന്റിനെ കുറിച്ചും. റോയൽ ഫാമിലിയിലേക്ക് നമുക്കറിയാം ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ വെളിപ്പാട് 1-21-7 വരെ നീണ്ടു കിടക്കുന്ന ഒരു പഠനം മുഴുവനും നമ്മൾ കണ്ടതാണ്. സങ്കീർത്തനം 82:6-7 അവർ നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ അറിയുന്നു. പക്ഷെ നമ്മൾ ആ ഇംഗ്ലീഷിൽ ആ വാക്ക് പഠിച്ചതാണ്. അവിടെ മൂലഭാഷയൊക്കെ നമ്മൾ പഠിച്ചു. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കൾ. എലോഹീം എന്ന ആരുടെ പേര്? എലോഹീം, യഹോവയുടെ പേരാ എലോഹീം. അതേ പേരാണ് എനിക്ക് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നത്. എത്ര മഹത്വമേറിയ ഒരു വിളിയാന്ന് ഓർക്കണം അല്ലേ? നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മൂലഭാഷയിൽ നാം പഠിച്ചതാണ്. എലോഹീം എന്നത് യഹോവയുടെ മാത്രം പേരാണ്. എന്നാൽ ആ പേര് എനിക്ക് നിങ്ങൾക്ക് വിട്ടുതന്നു. കുട്ടി ദൈവങ്ങൾ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെ തോന്നും അല്ലേ? ഈ പുള്ളിക്കാരൻ എന്തൊക്കെയാ നമ്മളെ വിളിച്ചത് അല്ലേ? ദൈവങ്ങൾ. അവിടെ പറഞ്ഞ വാക്ക് നോക്കണം. ഗോഡ് എന്ന് എഴുതുമ്പോൾ ജി വലിയ അക്ഷരം ഇട്ടാൽ അത് നമ്മുടെ പിതാവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും. ഗോഡ് ജി ചെറിയ സ്മോൾ ലെറ്റർ ജി ഇട്ടാൽ ആരെക്കുറിച്ചാ?
ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഇവിടെ യു ആർ ഗോഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ചെറിയ ജി, കുഞ്ഞു ജിയ. ആരാ? വലിയ സ്പിരിറ്റ് എസ് ഇടുമ്പോൾ അതാരെ കുറിച്ചാ? ചെറിയ സ്പിരിറ്റിനെ സ്മോൾ ലെറ്റർ എസ് ഇട്ടാലോ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിനെ കുറിച്ച്. ഇവിടെയും അത് തന്നെയാ. ഗോഡ്സ്, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാക്കി എലോഹിം എന്ന പേര് തന്നെ വിളിച്ചിരിക്കുക. അതുകൊണ്ടാണ് സിയോണിലേക്കുള്ള യാത്രക്ക് തന്നെയാ എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഏതെങ്കിലും ഭൂമി കൊണ്ടിടാൻ വേണ്ടിയൊന്നും അല്ല. അപ്പന്റെ ഭവനത്തിലേക്കുള്ള യഥാർത്ഥ യാത്രയില അവിടെ ജീവിക്കാൻ പോകുന്നതെല്ലാം ദൈവത്തിന്റെ മക്കളായിരിക്കും. പൂച്ചക്കുഞ്ഞുങ്ങൾ പൂച്ചയുടെ കൂടെ ജീവിക്കും, അല്ലേ? അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കൾ മാത്രമേ ദൈവത്തിന്റെ പർദീസയിൽ കാണത്തുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം, എർത്തിലി ഫാമിലിയിൽ ദൈവം മനുഷ്യ സൃഷ്ടിച്ചിട്ട് ഒരു പരിശോധനയിൽ കൂടി കടത്തിവിട്ട് ദൈവം നമ്മെ ഹെവൻലി ഫാമിലിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നല്ലേ. ജയിക്കുന്നവന് അവകാശമാക്കുക എല്ലാവരും ഇല്ല. നല്ലൊരു ശതമാനം തോൽവിക്കാരാണ്. 80% വിശ്വാസികളും 80% ദേവദാസന്മാരും നിത്യമായ നരകത്തിലേക്കെന്ന് കർത്താവ് പറഞ്ഞത് ഇതുപോലെ ശോധനയിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ്. നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ, അല്ലേ, നമ്മളെ ബഹുമതികൾ നൽകുമ്പോഴൊക്കെ ഒരു കാര്യം ഓർക്കണം, ഇത് കർത്താവിൽ നിന്നാണോ? അല്ലേ, നീ കർത്താവാണെങ്കിൽ, കർത്താവേ നീ ഇത് എന്നെയും കൊണ്ട് നരകത്തിലേക്ക് പോകുമെങ്കിൽ തൽക്കാലം നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എബ്രായത്തിൽ വാക്ക് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ഉദ്ധാരണം തരാം. ആ വാക്ക് എന്താ? ഉദ്ധാരണം എന്നല്ല, ഞാൻ നിങ്ങൾക്ക് വിടുതൽ തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നല്ലൊരു പുനരുദ്ധാനം ഞങ്ങൾ കാക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക്. ആ വാക്യം എന്താ? നല്ല വാക്കുകളല്ലേ? എബ്രായർ 11:33 വാക്യങ്ങളിലേക്ക് എത്രയാ? ഉദ്ധാരണം കൈക്കൊള്ളാതെ അവർ ഭേദ്യമേറ്റു. ദൈവം അവർക്ക് ഉദ്ധാരണം, വിടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ മലകളിലും കാടുകളിലൊക്കെ ഉഴന്നു വലന്ന് ജീവിച്ചു അവർ, നമ്മളെപ്പോലുള്ള വിശ്വാസികൾ. പക്ഷേ ദൈവം അവർക്ക് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിടുതൽ തരാം, തൽക്കാലം നിങ്ങൾ ഇനി പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക്. കാരണം അവിടെ ഒരു കാരണം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ കാരണം? ഞങ്ങൾക്കൊരു നല്ലൊരു ഉയർപ്പ് ലഭിക്കേണ്ടതിന് ഞങ്ങൾ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം തല്ലേറ്റെന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ? വിടുതൽ കിട്ടാൻ വേണ്ടി ഉപവസിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കർത്താവ് ചെറിയ ചെറിയ ബാലശിക്ഷ പോലും യേശുവിന്റെ നാമത്തിൽ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുക. അവിടെ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ എത്രയോ നിത്യത കണ്ടും ജീവിച്ച എത്രയോ വിശുദ്ധന്മാരെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എത്ര ഫാമിലിയിൽ നിന്ന് നമ്മളെ സ്വർഗീയ ഹെവൻലി ഫാമിലിയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന കാര്യം മറന്നു പോകരുത്. അതാണ് ഒരു ടെസ്റ്റിൽ, അതാണ് ഈ ഭൂമിയിലെ മുഴുവൻ ടെസ്റ്റുകൾ നമുക്കല്ലേ. നന്മയും തിന്മയും രോഗവും ഒക്കെ ദൈവം നമുക്ക് അനുവദിക്കുന്നത് ഒരു പരിശോധനകളാണ്. ആ പരിശോധനകളും മുറുകെ പിടിക്കുകയാണ് നമ്മൾ. കർത്താവിനെ തള്ളിപ്പറയാതെ ഒരു നന്മയ്ക്കും നമ്മളെ കർത്താവിനെ പിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പൗലോസ് നീണ്ട ലിസ്റ്റ് പറയുന്നില്ലേ, കള്ള സഹോദരന്മാരെന്നൊക്കെ പറയും. അത് മാത്രമല്ല, എന്തോരം കഷ്ടം അനുഭവിച്ചു, അവിടെ വേണമെങ്കിൽ പറയാറുന്നില്ലേ. പക്ഷെ ഒന്നും പറയാതെ അതൊക്കെ സന്തോഷത്തോടെ പാനപാത്രം കുടിച്ചിറക്കി അദ്ദേഹം. കാരണം മനസ്സിലായി, ഇതല്ല, അതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇതെല്ലാം എന്നെ യേശുവിനെ പോലെയാക്കി മാറ്റുന്നു. അതാണ് നല്ല വാക്ക്, ഒറ്റവാക്കി പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഒരു ടെസ്റ്റിലൂടെ ദൈവം നമ്മെ കടത്തി വിടുന്നു എന്ന കാര്യം മറന്നു പോകരുത്. മനുഷ്യപുത്രന്മാരെ നമ്മളിങ്ങനെയാ പഠിച്ചത്. മനുഷ്യപുത്രന്മാരെ കർത്താവ് ദൈവപുത്രന്മാരാക്കി ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെയും, അല്ലേ, ബാലശിക്ഷയിലൂടെയും വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും സാഹോദര്യ ബന്ധങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മെ ദൈവപുത്രന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. യോഹന്നാൻ 1:12 നമ്മളിങ്ങനെ വായിച്ചായിരുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്, ആയിത്തീരുവാൻ. കുടുംബത്തിൽ ജനിച്ചു, പക്ഷേ ഒരു പുരുഷത്വം പ്രാപിക്കണം. ഹുയോസ് എന്നൊക്കെ വാക്കൊക്കെ അവിടെ നമ്മൾ ആഴെ പിന്നീട് പഠിക്കുവാനെ കുറിച്ച്. ഒരു പുരുഷത്വം പ്രാപിച്ച് കർത്താവിനെ പോലെ പുരുഷത്വം പ്രാപിച്ചിരിക്കുന്ന ഒരു മകനായി തീരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്, ആയിത്തീരുവാൻ, അല്ലേ, ഒരു പുരുഷത്വം പ്രാപിച്ചായിത്തീരാൻ വേണ്ടിയാണ് നമ്മൾ അതിനെക്കുറിച്ച് കണ്ടതാണ്. അതാണ് ഹെവൻലി ഫാമിലിയെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അങ്ങനെ ജയിക്കുന്നവൻ ആ സ്വർഗീയ കുടുംബത്തിലേക്ക് കടന്നുപോകും. അതുകൊണ്ടാണ് ദൈവം നമ്മെ ദൈവരാജ്യത്തിലിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഗവൺമെന്റ് ഉണ്ട്. ഒരു രാജഭരണം നടക്കുന്ന ഒരു ഗവൺമെന്റ് എവിടെയുണ്ട്? ദൈവരാജ്യത്തിനകത്ത് ഉണ്ടത്തെ കാര്യം മറന്നു പോകരുത്. വാഴുവാൻ വേണ്ടിയാണ് കർത്താവ് ആ ഗവൺമെന്റിലകത്ത്. ഉൽപ്പത്തി 1:26-28 വരെ നമ്മൾ പഠിച്ചപ്പോൾ സമുദ്രത്തിന്റെ ഒരുപാട് കാര്യം പഠിച്ചു. നമ്മൾ അല്പം വരുമ്പോൾ അത് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഭരിക്കുവാൻ തന്നിരിക്കുന്നു പറഞ്ഞ കർത്താവ്, പക്ഷെ പിന്നീട് ഭരണം നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, ഇപ്പൊ ഒരു പാറ്റ ഓടിയ മതി, നമ്മൾ ആ വഴി ഓടിക്കളയും, അല്ലേ? എന്നുള്ളതറിയാമോ?
ഭയം നമ്മളിൽ കടന്നു വന്നു. ഇതിന്മേൽ ഭരിക്കുവാൻ ഈ 5 കിങ്ഡത്തിന് മേൽ, ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം, അല്ലേ, റെപ്റ്റൈൽ കിങ്ഡം എന്നൊക്കെ പറയുന്ന 5 രാജ്യത്വങ്ങളുടെ മേൽ ഭരിക്കുവാൻ മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് അവസാനം മനുഷ്യൻ പാപനിമിത്തം അതെല്ലാം വലിച്ചെറിഞ്ഞ് പിശാചിന്റെ കയ്യിലേക്ക് കൈമാറിയിട്ട് അവനിന്ന് വെറും പേടിത്തൊണ്ടനായിട്ട് ജീവിക്കുക നമ്മളിന്ന്. ഹല്ലേലൂയ. അപ്പൊ ആ ഭരണത്തിലേക്ക്, വാഴ്ചയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആ ഗവൺമെന്റിനകത്ത് നമുക്ക് എന്തുണ്ട്? ഒരു വാഴ്ചയുണ്ട്. ഇപ്പോഴല്ല, അല്ലേ? ഇപ്പോൾ നമ്മൾ രാജാവിന്റെ മക്കളാണോ നമ്മളിന്ന്? ആണോ? നമ്മൾ രാജാവിന്റെ മക്കളല്ല. നമ്മുടെ കർത്താവ് രാജാവായിട്ടില്ല. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരയാത്ര പോയിരിക്കുകയാണ് നമ്മുടെ കർത്താവ്. മടങ്ങി വന്ന് ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവൻ നമ്മളെ, അല്ലേ, നമ്മളെ ചേർത്ത് അവിടെ കൊണ്ടുപോയിട്ട് അവൻ അവിടെ 5 പട്ടണത്തിനും 10 പട്ടണത്തിനൊക്കെ അധികാരിയാക്കി നമ്മളെ വാഴ്ച അന്ന് അവിടെ ആരംഭിക്കും. ഇന്ന് രാജാവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ സലാം പറഞ്ഞിട്ട് വേറെ വഴിക്ക് കൂടി പോയിക്കോളും നിങ്ങൾ. ഇന്നത്തെ രാജാവ് വേറെ ആരും അല്ല, ഒരിട കമ്പനിയുടെ പരസ്യത്തിലുള്ള മറ്റേ പുള്ളിക്കാരനാണ്. അല്ലേ? അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരിട കമ്പനി അത് നിന്ന് പോയി പോട്ടെ, അല്ലെങ്കിൽ ആവട്ടെ. അപ്പൊ അതുകൊണ്ട് ആ പുള്ളിക്കാരൻ കുറെ പോയി, അല്ലേ, മറ്റേ നീ വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറയുന്ന പുള്ളിക്കാരന് അതിന്റെ പുറകെ പോയി വെറുതെ ജീവിതം കളയാതെ. നമ്മുടെ കർത്താവ് രാജാവായിട്ടില്ല, പക്ഷെ രാജാവായിട്ടുണ്ട്. അവൻ സിയോനിലെ രാജാവാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് മറന്നു പോകരുത്. സ്പിരിച്വൽ തലത്തിൽ അവൻ രാജാവായതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇന്ന് ആത്മതലത്തിൽ അധികാരങ്ങൾ. ഇന്ന് ആത്മതലത്തിൽ വാഴുന്ന ചില വ്യക്തികളൊക്കെ അവിടെയുണ്ട്, നമുക്കറിയാം, അല്ലേ? 30.33% 33.33% ദൂതന്മാർ വീണുപോയ ദൂതന്മാർ, 30 എന്നൊക്കെ പറയുന്ന ആ കോടിക്കണക്കിന് ദൂതന്മാർ വീണുപോയ ദൂതന്മാരുടെ മേൽ അവർ സ്പിരിച്വൽ റിലത്തിൽ ജീവിക്കുന്നവരാ. അവരെ വാഴുവാൻ അധികാരം നമ്മുടെ മേലുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അവിടെയാണ് രാജാവ്, നമ്മുടെ രാജാവായിരിക്കുന്നത്, അല്ലേ? കർത്താവ് രാജാവായിരിക്കുന്നത് മറന്നു പോകരുത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ എത്രയോ പഠിച്ചതാണ്. ഒരു രാജഭരണമാണെങ്കിൽ രാജാവുണ്ട്, രാജഭരണമുണ്ട്, സിംഹാസനമുണ്ട്, നിയമങ്ങളുണ്ട്, നിയമനങ്ങളുണ്ട്, കോടതിയുണ്ട്, ശിക്ഷകളുണ്ട്, തടവറകളുണ്ട്, അവകാശങ്ങളുണ്ട്. അവസാന ചില്ലിക്കാശ് കൊടുത്തു തീരുവോളം വരാൻ കഴിയാതെ വണ്ണമുള്ള തടവറകളും നമുക്ക് വെച്ചിട്ടുണ്ട്. പഠിച്ചൊക്കെ പണ്ട് ഓർമ്മയുണ്ടോ? ഡെലിവറൻസ് കാശ് പഠിച്ചതാ. പലപ്പോഴും ദൈവം തന്നെയാണ് കുട്ടിപ്പിശാചുകളെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അല്ലേ? ദൈവം നമുക്ക് ചില സമ്മാനങ്ങൾ തരും. വേറെ ഒന്നുമല്ല, ആ കുട്ടിപ്പിശാചുങ്ങള്. നമ്മ വിചാരിച്ചിരിക്കുന്നത് അവർ കയറി വന്നതല്ല, ദൈവം അനുവദിച്ചതാ അതൊക്കെ. പൗലോസിനും കൊടുത്ത് ഇരിക്കട്ടെ പൗലോസ് എന്ന് ജീവിതകാലം മുഴുവൻ നിനക്ക് സ്വന്തമായിട്ടൊരു കുട്ടിപ്പിശാചിനെ ചിലപ്പോൾ നമുക്കും തരും. സ്തോത്രം, അല്ലേ? കർത്താവ് അത് നല്ല വെട്ടിപ്പായി കർത്താവ് ചെയ്തോളും, നമ്മളെ പണിതെടുത്തോളും ആ മാർഗത്തിലൂടെയൊക്കെ. നമുക്കറിയാം എന്താണ് ദൈവരാജ്യം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒരു സ്പിരിച്വൽ വേർഡും ഫിസിക്കൽ വേർഡും രണ്ടും കൂടി ചേരുന്നൊരു സാരമാണ് ഏത്? ദൈവരാജ്യം, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഭൂമിയും സ്വർഗവും ഹെവനും തമ്മിൽ ചേരുന്ന ഒരു പ്രത്യേകമായ സ്ഥലം. അതെ, രണ്ടും കൂടി ഭൂമിയും സ്വർഗവും തമ്മിൽ ചേരുമ്പോൾ ആ ചേരുന്നൊരു ഭാഗമുണ്ട്. അതിന്റെ പേരെന്താ? ദൈവരാജ്യത്ത്, അല്ലേ? ഇമേജ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ നിഴൽ. അല്ലെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു പേര് കണ്ടായിരുന്നു. ഇതാ ഏദൻ തോട്ടം. ദൈവവും മനുഷ്യനും ഒരുമിച്ച് സമ്മേളിക്കുന്ന സ്ഥലം, ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലം. അവിടെ ദൈവം തന്നെ മനുഷ്യന്റെ കൂടെ വസിക്കാൻ വരുന്നു. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെയുള്ള ജീവിതം. ഇപ്പൊ ഇല്ല, ഇപ്പൊ സ്പിരിച്വൽ തലത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക്. എന്നാൽ അക്ഷരികമായ 1000 ആണ്ടിൽ അത് സംഭവിക്കുമെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമി ദൈവം മനുഷ്യനുണ്ടാക്കി, ഭൂമിയിലെ പൊടിയിൽ നിന്ന് മനുഷ്യനുണ്ടാക്കിയിട്ട് മനുഷ്യനെ ജീവിക്കാൻ വെച്ച സ്ഥലം എന്ന് പറയുന്നത് എവിടെയാ? അപ്പൊ മനുഷ്യന് ജീവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു സ്ഥലം ദൈവം വെച്ചിട്ടുണ്ട്, അല്ലേ? എവിടെയത്? ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് പറയുക, അതാ യഥാർത്ഥത്തിൽ സ്ഥലം എന്ന് പറയുന്നത് ഏദൻ തോട്ടമാ. അവിടെ നിന്നാണ് ചാടി പുറത്തു പോയത് നമ്മൾ. കാരണം അവിടെ നിൽക്കണമെങ്കിൽ ഒരൊറ്റ രാജാവേ ഉള്ളൂ. രാജാവ് വരുമ്പോ അത് കേട്ട് അനുസരിച്ച്, അല്ലേ, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നിന്ന് നേരെ ചാടി പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ മനുഷ്യൻ എവിടെയാ? ഫ്രീ ആയിട്ട് ജീവിക്കുന്നു. ഒരു ദൈവവും വേണ്ട, പട്ടക്കാരനും അല്ലേ, ഞാൻ പറയാറില്ലേ, ഒന്നും വേണ്ട, അവന് ഫ്രീ ആയിട്ട് ഇന്ന് ഭൂമിയിൽ ജീവിക്കാം. പക്ഷെ ഈ ഏതെങ്കിലും ജീവിക്കണമെങ്കിൽ അവിടെ ദൈവത്തിന് കീഴ്പ്പെട്ട് നിന്നേ മതിയാകുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് ആ ഏദൻ തോട്ടമുണ്ട്. അതെവിടെയാ? സഭ ഒരു ഏദൻ തോട്ടം തന്നെയാണ്.
ഇന്ന് ദൈവരാജ്യമാണ് യഥാർത്ഥമായ, അല്ലേ, ഇമേജ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഏതൻ തന്നെയാണ് ഇന്നത്തെ ദൈവരാജ്യം. അവിടെയാണ് നമ്മൾ, അല്ലേ, വീണ്ടും ജനിക്കപ്പെട്ട ഞാനും എൻ്റെ കർത്താവുമായി ചേരുന്നത്. അവിടെയാണ് സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്നത്. അവിടെയാണ് ദൈവഗീതം എനിക്ക് പകർന്നു നൽകുന്നത്. അവിടെയാണ് എൻ്റെ സന്തോഷവും സങ്കടങ്ങളൊക്കെ ദൈവത്തോട് വിളിച്ചു പറയുന്നത്. അവിടെയാണ് എൻ്റെ കർത്താവ് എന്നെ ആശ്ലേഷിച്ച് എൻ്റെ സമാധാനത്തിൽ കൊണ്ട് നടത്തുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥമായ ദൈവരായി സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും പഠിക്കുക. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആഴമായി 1, 2, 3 ഒരു 4-5 മണിക്കൂർ തന്നെ എടുത്ത് പഠിച്ചതാണ്. മനസ്സിലായത് നിങ്ങൾക്ക്, അല്ലേ? വാച്ച് സ്പീഡ് കൂടുതലാണ് ക്ലോക്കിന്, വേഗം ഓടിപ്പോകുന്നു. അതെന്താണെന്ന് അറിയത്തില്ലത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉൽപ്പത്തി 1:26 നമ്മൾ ഇങ്ങനെ പഠിച്ചായിരുന്നു, അല്ലേ? 7 കിങ്ഡംസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഭൂമിയെ വാഴുവാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം ദൈവം ഈ 1:26 അവിടെ മലയാളത്തിൽ ഇങ്ങനെയാണ്, അത് മലയാളത്തിൽ മലയാളം 26 വാക്ക് തന്നെ വായിച്ചേ. 27-28 മാത്രം വായിക്കാം. അത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 1 സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവ്യാദികളുടെ മേലും ഭൂചര ജന്തുക്കളുടെ മേലും അവിടെ 5 കാര്യം നേരത്തെ വായിച്ചത് നമ്മൾ 26 മുതൽ പഠിച്ച കാര്യമുണ്ട്. അവിടെ 5 കാര്യങ്ങൾ 26 കറക്റ്റ് വാക്യം കിടക്കുന്നല്ലേ, അവിടെ എഴുതി വെച്ച് നമ്മൾ പഠിച്ചതാ, ഓടിച്ചു വിടുകയാണ്. ഈ 5 കിങ്ഡങ്ങൾ, ഫിഷ് കിങ്ഡം, ബേർഡ്സ് കിങ്ഡം, ആനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ഈ 5 കിങ്ഡത്തിന് മേൽ രാജത്വങ്ങൾ. എന്താ കിങ്ഡം എന്ന് പറയാൻ കാരണം? അതിനകത്ത് ഒരു രാജാവുണ്ട്. സമുദ്രത്തിലൊരു രാജാവില്ലേ? ആരാ? നീലത്തിമിംഗലം. 5 ടൺ 5000 കിലോ ഫുഡ് വേണം ഒരു നേരം നമുക്ക്, അല്ലേ? കാക്കിലൊക്കെ മതിയാവും നമുക്ക്. 5000 കിലോ വേണം. അതൊരു രാജാവെണ്ണം ഉണ്ട് അവിടെ. കാട്ടിപ്പോയി നോക്കിയാൽ, മൃഗങ്ങളുടെ നോക്കിയാൽ അവിടെ ഒരു രാജാവുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ കിങ്ഡം എന്ന് പറയാൻ കാരണം അവിടെ ഒരു വാഴ്ചകൾ, അധികാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ 5 കിങ്ഡം ദൈവം സൃഷ്ടിച്ചിട്ട് അതിനെ വാഴുവാൻ സ്പിരിച്വൽ റിലത്തിൽ 6th കിങ്ഡമായ മനുഷ്യരാജ്യത്തിനകത്ത് മനുഷ്യനാക്കി വെച്ചു. മനുഷ്യനാരാ? ജീവനുള്ള സോൾ, ലിവിങ് സോൾ എന്ന് പറയും, ജീവനുള്ള ദേഹി എന്ന് പറയുന്ന പോലെ. അദൃശ്യ ലോകം, കാണത്തക്ക വണ്ണമുള്ളത് നമ്മുടെ ബോഡി മാത്രമേ ഉള്ളൂ. 3ൽ 1 ഭാഗം മാത്രമേ കാണത്തക്ക ലോകത്തിലുള്ളൂ. ബാക്കിയെല്ലാം അദൃശ്യ ലോകമാണ്. യഥാർത്ഥ മനുഷ്യൻ അദൃശ്യനാണ്. ഈ ഇരിക്കുന്നതൊക്കെ വെറും, അല്ലേ, വെറും ഔട്ടർ ഭാഗം മാത്രമാണ്, വെറും പൊടി മണ്ണാങ്കട്ട മാത്രമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ സ്പിരിച്വൽ ഇല്ലത്തിൽ ജീവിക്കുക, സോളും സ്പിരിറ്റും. നമുക്ക് പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 5 കിങ്ഡത്തിന് മേൽ വാഴുവാൻ മനുഷ്യൻ നിർത്തി. പക്ഷേ മനുഷ്യനോട് ഒരു കൽപ്പന ദൈവം ഇങ്ങനെ അറിയാൻ വഴി നമുക്ക് 7th കിങ്ഡമായ ദൈവരാജ്യത്തിന് കീഴ്പ്പെടുന്നവർക്ക് മാത്രമേ ഇവിടെ വാഴ്ചയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ മനുഷ്യൻ ആ കിങ്ഡത്തിൽ നിന്ന് അവൻ പാപം നിമിത്തം അത് വിട്ടിട്ട്, അല്ലേ, നമുക്കറിയാം ആ കിങ്ഡം പാപം നിമിത്തം ആ 5-6ാമത്തെ കിങ്ഡം പിശാചിന് കൈമാറിയിട്ട് അവൻ വെറും ഭൂമിയിലേക്ക് വെറും മൃഗതുല്യനായി മാറ്റപ്പെട്ടു പോയി. സങ്കീർത്തനം ഈ 49:20 പറയുക, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി തീർന്നാൽ നശിച്ചു പോകുന്ന. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ 6ാമത്തെ കിങ്ഡം ഇന്ന് ഭരിക്കുന്ന ആരാ? അല്ലേ? ഇന്ന് നമ്മൾ കൈമാറ്റപ്പെട്ടു പോയി, നമ്മുടെ ഇന്നും നഷ്ടപ്പെട്ടു പോയി. പിന്നെ നമ്മൾ ഇവിടെ കിടന്ന് ജയ് പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല, അത് വേറൊരുത്തം കൊണ്ടുപോയി. ഹല്ലേലൂയ. അത് മടക്കി എടുക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മുടെ ഇവിടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ, സഭയുടെ പർപ്പസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആഴമായി അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. അപ്പൊ എന്തുവാകട്ടെ, ഈ പറഞ്ഞതുപോലെ ഈ 6th കിങ്ഡം ഇന്ന് മനുഷ്യനല്ല, പൈശാചിക ലോകമാണ്. 6ാമത്തെ കിങ്ഡം. അതുകൊണ്ട് 666 എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? പിശാചിന്റെ തൃത്വത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടൊക്കെ തന്നെയാണ്. ആണോ അല്ലയോ? യെസ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് 6th കിങ്ഡം ഭരിക്കുന്നത് മനുഷ്യനല്ല, പിശാച. മനുഷ്യൻ വെറും ഭൂമിയിലെ വെറും, അല്ലെ, പൊടിയായി മാറ്റപ്പെട്ടു പോയി എന്ന കാര്യം മറന്നു പോകരുത്. ദൈവം ഇതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിച്ചത്. ദൈവം ഭരിക്കുക, മനുഷ്യൻ ഭൂമിയെ ഭരിക്കുക. ഇതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ നടന്നില്ല. നമുക്കറിയാം, ആഴമായി പഠിച്ചതാണ്. വിട്ടുപോകുന്നു. അതുകൊണ്ട് ഈ 5 രാജ്യത്വങ്ങളെ കുറിച്ച് നമ്മൾ അല്പമായി പിന്നീട് പഠിച്ചു. അതുകൊണ്ട് ദൈവം കർത്താവ് ഭൂമിയിലേക്ക് വന്നു. എഫെസ്യർ 1:10 വാക്യം പഠിച്ചു. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതുമെല്ലാം പിന്നെയും. അപ്പോ പണ്ട് ഒരുമിച്ചായിരുന്നു, സ്വർഗവും ഭൂമിയും ഒന്നിച്ചിരുന്നു.
അത് പിന്നെയും നഷ്ടപ്പെട്ടു പോയി അല്ലേ. പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന വ്യവസ്ഥ അതെവിടെയാന്ന് ഒന്നായിരുന്നത്? ഏദനിൽ സ്വർഗവും ഭൂമി സമ്മേളിച്ചിരുന്ന സ്ഥലം അത് ഒന്നായിത്തീരാൻ, വീണ്ടും അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അല്ലാതെ നമ്മളെയൊക്കെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു അല്ലേ, നമ്മളെയൊക്കെ കുട്ടി പിശാചുക്കളാക്കിയിട്ട് മാറ്റാൻ വേണ്ടി ഒന്നും അല്ലേ ഇവിടെ അല്ലേ. 10 പൈസ കൈ വന്നാൽ നമ്മളൊക്കെ പിന്നെ ആരായി മാറും? ആ രാജാവിന്റെ മക്കളായി മാറും നമ്മള്. മറ്റേ പുള്ളിക്കാരനില്ലേ, അദ്ദേഹത്തിന്റെ മക്കളായി മാറിപ്പോ. അതുകൊണ്ടാ കർത്താവ് അന്നെന്നുള്ളത് അന്ന് നമ്മെ പോഷിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഉണ്ണാനും എടുക്കാനും മതിയെങ്കിൽ അത് മതിയാവണില്ലല്ലോ, അതല്ല പ്രശ്നം നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണ്ണയിൽ ഒരു വ്യവസ്ഥ, അതാണ് നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാലത്തിനൊടുക്കത്തിൽ സ്വർഗവും ഭൂമി ഒന്നിക്കുക എന്നുള്ളത് വ്യവസ്ഥയ്ക്ക് വേണ്ടിയാ കർത്താവ് ക്രൂശിൽ മരിച്ചു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. ഒക്കെ വിട്ടുപോകുന്നു. സ്വർഗവും ഭൂമി ഒരുമിച്ച് പണ്ട് ഒന്നിച്ചിരുന്നു, അത് മറ്റൊന്നുമല്ല ഏതല്ലായിരുന്നു. പക്ഷെ പാപനിമിത്തം ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് കർത്താവ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ ഗവൺമെന്റിനകത്ത് ഒരു രാജവാഴ്ച ഉണ്ട് അല്ലേ. ആ ഗവൺമെന്റ് ആരാ ഭരിക്കുന്നത്? ജനാധിപത്യമാണോ? അല്ല, ആണോ ഇല്ലയോ? ഈ ദൈവരാജ്യത്തിനകത്ത് ആരാ ഭരിക്കുന്നത്? മനുഷ്യരാണോ? അല്ല, ദൈവം മാത്രമാണ്. ഒരാൾ മത രാജഭരണം എന്ന് പറയാൻ കാരണം ആ ഗവൺമെന്റിനകത്ത് എനിക്ക് നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു വലിയൊരു രാജവാഴ്ചയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് 8-10-12 ക്ലാസ് എടുത്ത് പഠിച്ചതാണ്. മൈ കൊറോണേഷൻ ഡേ, എൻ്റെ കിരീടധാരണ ദിവസം. ഇവിടെയല്ല, ഇവിടെ കിരീടം വെച്ചാൽ ഒരുത്തനും ആൾ കിരീടം കിട്ടത്തില്ല അല്ലേ. ഇവിടെ കിരീടം നമുക്കില്ല. ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കി വെച്ചിട്ട് മറ്റേ മാവലയുടെ തൊപ്പിയൊക്കെ വെച്ച് വേണമെങ്കിൽ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, അത് വാടിപ്പോകും, എന്തായാലും കുഴപ്പമില്ല. ഇവിടെ ഒന്നും നമുക്ക് ഒരു കിരീടം വെക്കേണ്ട. മൈ കൊറോണേഷൻ ഡേ, എൻ്റെ കിരീടധാരണ ദിവസം, അത് 1000 ആണ്ടിൽ തുടങ്ങാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, 5 കർത്താവ് ദാസന്മാരെ ദൂരെ യാത്ര പോയപ്പോൾ കർത്താവ് ഒരാൾക്ക് ഇത്ര താലന്തൊക്കെ വെച്ചാലേ നമുക്ക് എല്ലാവരും വ്യത്യസ്തമായി കൊടുത്ത കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. 10 പേരെ വിളിച്ചു, 10 പേർക്ക് ഒരേപോലെ കൊടുത്ത് പല വ്യത്യസ്തമായ കാറ്റഗറിക്കാരൊക്കെ നമുക്കറിയാം. പക്ഷെ കർത്താവ് തിരിച്ചു വരുമ്പോൾ നമ്മോട് ചോദിക്കും അല്ലേ, എന്താ നീ ഒന്നുകൊണ്ട് എന്ത് നേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴിച്ചിട്ടൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ 1 കൊണ്ട് 5 നേടി, 10 നേടി, 1 കൊണ്ട് 1000 നേടി എന്നൊക്കെ പറഞ്ഞ് കണക്കേൽപ്പിക്കുമ്പോൾ കർത്താവ് പറയും, എന്നോട് കൂടി 1000 ആണ്ടിൽ 5 പട്ടണത്തിനും 10 പട്ടണത്തിലേക്ക് അധികാരിയായി നീ വാഴുവാൻ കർത്താവ് നമ്മളെ വരും അല്ലേ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ 10-15 ക്ലാസ്സുകൾ കൊണ്ട് പഠിച്ചതാണ്. എന്നെ നിങ്ങളെ വിളിച്ചത് രാജാക്കന്മാരായി തീരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആണോ? ഉണ്ട്. സ്പിരിച്വൽ തലത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ കർത്താവ് സ്വർഗീയ സിയോണിൽ രാജാവായതുകൊണ്ട് രാജാക്കന്മാർ രാജാവാകുമ്പോൾ അവിടുത്തെ പ്രജകൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ. എഫെസ്യ ലേഖനം സംഘത്തിലൊക്കെ ഇപ്പോൾ പഠിച്ചതാ. ഇവിടെ ഗവൺമെന്റ്, ഇവിടെ ഒരു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ കയറുമ്പോൾ അവർ ചില ആൾക്കാർക്ക്, ചില നാവിക നേതാക്കന്മാർക്ക് അവരെയൊക്കെ വിളിച്ചിട്ട് നീ നല്ല ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു പതക്കമൊക്കെ കൊടുക്കും അല്ലേ. ചില പതക്കമൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു രാജാവായിട്ട് കയറുമ്പോഴൊക്കെ ചില ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ റിലീസ് ചെയ്ത് വിടും. കാരണം രാജാവിന്റെ പവറാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയപ്പോൾ അവൻ സ്വർഗീയ സിയോണിലെ രാജാവായത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും കൃപകൾ കിട്ടത്, നിങ്ങൾ ചില സമ്മാനങ്ങൾ കിട്ടിയത്, ചില ആത്മീയ വരങ്ങൾ കിട്ടിയത്, അധികാരങ്ങൾ കിട്ടിയത്. മറന്നുപോകരുത്, പഠിച്ചതൊക്കെ അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾക്ക് നല്ല അധികാരത്തിന്റെ പവർ എന്ന് പറയുന്നത്. കാരണം അത് നൽകിയത് മനുഷ്യനല്ല, ഒരു ഗവൺമെന്റ് അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് രാജാവായി ചെന്നപ്പോൾ അവൻ നമുക്ക് ചില സമ്മാനങ്ങൾ നൽകി എന്നതിനെക്കുറിച്ച് ആഴമായി പണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഒന്നും കൂടി ആദ്യം മുതൽ കേട്ടാൽ മതി. അത് നമ്മൾ ആദ്യം വലിയ കൂടുതൽ പോകുന്നില്ല. വെളിപ്പാട് ദിവസം 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്നൊരു വലിയ ഒരു ധ്വനി നമുക്ക് കേൾക്കാൻ കഴിയും. ഇപ്പോഴല്ല, എപ്പോഴാണ്? 7ാമത്തെ കാഹളം. 7 മുദ്രകൾ, 7 കലശങ്ങൾ, കാഹളം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒടുക്കത്തിൽ 7ാമത്തെ ദൂതൻ ഊതുമ്പോൾ ആ സമയത്ത് 7 വർഷത്തിനൊടുവിൽ കർത്താവ് പറയുന്നു, ലോകരാജ്യത്വം ആർക്കായി? അതുവരെ നെബൂഖദ്നേസർ രാജാവ്, ശരിക്കും ബാബിലോൺ സാമ്രാജ്യം മുതലല്ല, ശരിക്കും അതിനു മുമ്പേ കയറ്റിപ്പറ അശൂർ രാജഭരണം മുതലാണ് ഭൂമിയിൽ ജാതികൾ ഭരിക്കാൻ തുടങ്ങിയത്. അശൂർ രാജ്യത്വം അവിടെ മുതൽ. എന്നാലും കണക്ക് വെച്ച് നമുക്കിങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ബാബിലോൺ സാമ്രാജ്യം മുതൽ ദൈവം ജാതികൾക്ക് ഭൂമിയുടെ ഭരണം
കൈമാറ്റം കൊടുത്തു പോയിട്ട് ഇനി ആ ഇനി ആ ചെറിയൊരു മറ്റോ എതിർ ക്രിസ്തു വന്ന് ഒരു 7 വർഷം ഭരിക്കുന്നത് വരെ ആയിരിക്കും മനുഷ്യർക്ക് മനുഷ്യർക്ക് ദൈവം ഭരണം കൊടുത്തിരിക്കുന്നത് ഭൂമിയുടെ മേലെ. അതോടുകൂടി അസ്തമയ്ക്ക് പിന്നീട് ഈ കർത്താവ് മാത്രമായിരിക്കും ഈ ഭൂമിയിൽ വാഴാൻ പോകുന്നത്. പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് 7ാമത്തെ കാഹളമൂതും അതുവരെയാണ്. അതിനൊക്കെ 7 വർഷം മുമ്പേ നമ്മളൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ പേടിക്കുന്നത് വേണ്ട അല്ലേ? ആർക്ക് പേടി അല്ലേ? എന്ത് പേടി നമുക്ക് കുറേ അല്ലേ? അപ്പൊ അതുകൊണ്ട് മറന്നു പോകരുത്. വെളിപ്പാട് 3:21 ജയിക്കുന്നവന് ഞാൻ ലവോദിക്ക സഭയോട് പറയുന്ന കാര്യമാണ്, ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. എന്നിട്ട് അടുത്ത വാക്യം പറയാ, ഞാൻ ജയിച്ച എൻ്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനം എന്ന പോലെ നിങ്ങളും ജയിച്ച് എന്നോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുവാൻ ഒരു വലിയ പരമവിളിയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. എന്തോ വിളി എന്നല്ലേ? ഹല്ലേലൂയ അല്ലേ? അതുകൊണ്ട് ആ വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ തന്ത്രപ്പെടുന്നത്, ആത്മാവിനനുസരിച്ച് ജീവിക്കാൻ തന്ത്രപ്പെടുന്നത് നമ്മൾ എന്തോണെന്നറിയാമോ? അവനെപ്പോലെ ആയി മാറാൻ നമ്മൾ തന്ത്രപ്പെടുന്നത് കാരണം എന്നറിയാമോ? അവൻ ഇരിക്കുന്നിടത്ത് അവനോട് കൂടി ഇരുന്ന് വാഴാൻ വേണ്ടിയാ. പിന്നെ നമ്മളിങ്ങനെ മനുഷ്യനല്ലേ അല്ലേ, ജഡമല്ലേ എന്നൊക്കെ പറഞ്ഞ് പോയാൽ ഈ ഭാഗത്ത്, ഈ കസേരയുടെ ഭാഗത്ത് അടുക്കൽ പോലും ഉണ്ടാകത്തില്ല. കാരണം ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം പഠിക്കുന്നുണ്ട്. അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ആഗ്രഹം പോലെ ഇരിക്കും എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഒട്ടനവധി ക്ലാസ്സുകൾ കൊണ്ടുള്ള പഠിപ്പിച്ചു തീർന്നത് നമ്മൾ മറന്നു പോകരുത്. ലൂക്കോസ് 12:32 കർത്താവ് നമ്മുടെ എന്താ പറഞ്ഞത്? നമ്മളോടല്ല, ചെറിയ അല്ലേ, ചെറിയ ആട്ടിൻകൂട്ടത്തിനോട്. നമ്മളൊന്നുമല്ല, മെഗാ ചർച്ചിലോടൊന്നുമല്ല, പിന്നെ ആരോടാ? ചെറിയ ആട്ടിൻകൂട്ടം. കർത്താവ് എല്ലാം വിട്ടുപിരിഞ്ഞ് കർത്താവിന് പറ്റിച്ചേർന്ന് ആ വരവ് കാത്തിരിക്കുന്ന ചെറിയൊരു കൂട്ടത്തോട് കർത്താവ് പറയുക, ചെറിയ ആട്ടിൻകൂട്ടമേ. അപ്പൊ ഭയപ്പെടാനൊക്കെ ഇടയുണ്ട്, നമുക്ക് ഇടയ്ക്കൊക്കെ പേടിച്ച് പറക്കാനൊക്കെ ഇടയുണ്ട് അല്ലേ? എന്തുമാകട്ടെ, ഭയപ്പെട്ടാലും കുഴപ്പമില്ല, ഭയപ്പെടരുത്. അടുത്ത വാക്യം, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. രാജ്യം എന്ന് പറഞ്ഞാൽ കൺട്രി. പണ്ടൊക്കെ എന്നാ അമ്മയുടെ അച്ഛൻ മുത്തച്ഛൻ പറയും, എടാ അവളൊക്കെ കൺട്രിയാന്നൊക്കെ പറയും. ആ കൺട്രി അല്ലേ ഈ കൺട്രി, അത് വേറെ കൺട്രി, ഇത് വേറെ കൺട്രി. ഇത് കൺട്രി അല്ല. ഇംഗ്ലീഷ് അവിടെ കിടക്കുന്നത് ദ കിങ്ഡം അല്ലേ? രാജ്യത്വം തരുവാൻ. കൺട്രി അല്ല, രാജ്യത്വം, കിങ്ഡം തരുവാൻ ദൈവം നമ്മുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു അല്ലേ? ദൈവം പറയുക, നിങ്ങൾക്ക് കിങ്ഡം തരുവാൻ, രാജ്യമല്ല, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യത്വം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ രാജ്യത്വം? എന്താ കിങ്ഡം? പണ്ട് പഠിച്ചിട്ടുണ്ട്. കിങ്, അടുത്തത് പ്ലസ് ഡൊമീനിയൻ, രാജാവ് പ്ലസ് വാഴ്ച. ഡൊമിനിയൻ എന്ന് പറഞ്ഞ വാഴ്ച അല്ലേ? അപ്പോൾ രാജാവ് പ്ലസ് വാഴ്ച, ഒരു രാജഭരണം എനിക്കും നിങ്ങൾക്ക് തരാൻ നമ്മുടെ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ കിങ്ഡത്തിലേക്കാണ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. രാജ്യമല്ല, രാജ്യം എന്ന് പറയുന്നത് കൺട്രി മാത്രമായി പോകും. ആ കൺട്രി പോകുമ്പോൾ നമ്മളും കൺട്രി ആയി തീരും അല്ലേ? അതുകൊണ്ട് കൺട്രി അല്ല, കിങ്ഡം. കിങ് പ്ലസ് ഡൊമീനിയൻ, രാജവാഴ്ച, അതിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതായത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല, ദൈവം നമ്മെ വിളിച്ചത് അതിനു വേണ്ടിയാണെന്ന കാര്യം നമ്മൾ ആഴമായി പഠിച്ചതാണ്. ദാനിയേൽ 7:14 പഠിച്ചതാണ്. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. നല്ല വാക്ക്, അവിടെ കറക്റ്റ് വാക്യമാണ്. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന് രാജ്യത്ത് നശിച്ച ഭാഗത്തുമാകുന്നു. അടുത്ത വാക്യം, എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ ആരാണ്? നമ്മളല്ല, വേറെ ആൾക്കാര് അല്ലേ? വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും ആ രാജ്യത്വം അനുഭവിക്കുകയും അതിൽ വാഴ്ച അനുഭവിക്കുകയും ചെയ്യും നമ്മളല്ലേ? ഒന്നും കൂടി അകത്ത് കത്തട്ടതൊക്കെ. ഇത് കണ്ടാൽ മാത്രമേ നമ്മുടെ ഈ പാപ സ്വഭാവം പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ അതും പിടിച്ചോണ്ടിരിക്കും നമ്മുടെ അല്ലേ? നമ്മുടെ സങ്കടവും ദുഃഖമൊക്കെ പിടിച്ചോണ്ടിരിക്കും. ഇത് കണ്ടാൽ മാത്രമേ അതൊക്കെ തള്ളിക്കളയത്തുള്ളൂ നമ്മൾ. അതുകൊണ്ട് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം, നല്ല വാക്ക, കറക്റ്റ് വാക്യ, രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം, അവർ നിത്യ രാജാക്കന്മാരായിരിക്കുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക അല്ലെ? 1000 എല്ലാം കഴിഞ്ഞ് 1000 ആണ്ടും കഴിഞ്ഞ് പറയുന്നൊരു വാക്യമാണ് എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളെ അവനോടുകൂടി മരിച്ചാൽ എങ്കിൽ എന്നോടുകൂടി ജീവിക്കുക. നമ്മൾ മരിച്ചിട്ടില്ല, നമ്മുടെ ഇരിപ്പ് കാണുമ്പോൾ നമുക്കറിയാം. കർത്താവ് ക്രൂശിൽ മരിച്ചത് ബുദ്ധിയിലിരിക്കുന്നതാണ് നമുക്കല്ലേ? നമ്മൾ മരിച്ചോ? ക്രൂശിൽ കർത്താവോട് കൂടി മരിച്ചു. നമുക്കെല്ലാം നല്ല അറിവ് ബുദ്ധിയിലിരിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് താന്ന് ഇതിനകത്ത് കയറി വെളിപ്പാടാകണം. ഞാൻ മരിച്ചവനാ. പാപം വരുമ്പോൾ പറയണം ഞാൻ മരിച്ചവനാണ് അല്ലേ? മോഹങ്ങൾ വരുമ്പോൾ പറയണം ഞാൻ മരിച്ചവനാണ്.
അങ്ങനെ മരിച്ചവന് മാത്രമേ ഓരോ ദിവസം എണ്ണി 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 മരിച്ച് അവനോടുകൂടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് യഥാർത്ഥമായി നമ്മൾ ഈ പറഞ്ഞ മഹത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അത് എൻ്റെയും നിങ്ങളുടെയും ഓരോ ദിവസം ജോലിയാണ്. പാവങ്ങൾ വരുമ്പോഴും മോഹങ്ങൾ പൊങ്ങി വരുമ്പോഴും പറയണം, ഞാൻ മരിച്ചവനാ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശി മരിച്ചവനാ, ഞാൻ വീണ്ടും ജനിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാ, വിശുദ്ധിക്ക് വേണ്ടിയാ പറഞ്ഞ് പറഞ്ഞ് ഇവരങ്ങൾ പഠിപ്പിച്ചെടുക്കണം നമ്മൾ. അതുകൊണ്ടാ സങ്കീർത്തനം ഇങ്ങനെ വാക്ക്, മുലകുടി മാറിയ പൈതൽ അല്ലേ, ഒരു 2 വയസ്സ് കഴിയുമ്പോൾ അമ്മമാർക്ക് പിന്നെ 2 വയസ്സൊന്നും വേണ്ട, ഒരു 6 മാസം കഴിയുമ്പോൾ അമ്മമാർ പറയും പാൽ കുടിക്കാൻ മധുര, എനിക്ക് വേറെ പണിയുള്ളതൊക്കെ പറഞ്ഞു പോകും അല്ലേ. അപ്പൊ പിള്ളേർ കീറിപ്പൊളിക്കുക കിടന്നുണ്ട്, ഇത്രം തുറന്നു വെക്കും അമ്മമാര്, കാരണം ശീലിച്ച് വന്നതല്ലേ പിള്ളേർക്ക് അല്ലേ. അപ്പൊ അമ്മയാണെങ്കിൽ കൊടുക്കത്തുമില്ല പാല്. അപ്പൊ എന്ത് അറിയാമോ, അമ്മ എന്ത് ചെയ്യും, നമ്മൾ മേലെ ചെന്നായൊക്കെ പറ്റുന്നത് അല്ലേ, ചെന്നി നായൊക്കെ പറ്റാറുണ്ട്. പക്ഷെ ഇവിടെ വചനം എന്താ പറഞ്ഞത്, ആ അമ്മയുടെ പാല് കൂടി മാറിയതുപോലെ തോളത്തിട്ട് തട്ടി ഉറക്കി അവൻ്റെ എല്ലാ അല്ലേ ഉറക്കുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തേക്ക് നമ്മൾ മനഃപൂർവ്വമായിട്ട് അടിച്ചടിച്ചിരുത്തണം. ഓക്കെ, ഇത് ഭാഗത്ത് നമ്മുടെ വിഷയമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകരുത്. ദൈവം എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്? സ്വർഗത്തിൽ പിതാവ്, എൻ്റെ നിങ്ങളുടെ അപ്പൻ സ്വർഗത്തിലാണല്ലേ, ആണോ? സ്വർഗത്തിൽ നമുക്കറിയാം, നമ്മൾ നിത്യത മുതൽ നിത്യത വരെയൊക്കെ ഒരുപാട് ക്ലാസ് പഠിച്ചപ്പോൾ നമുക്കറിയാം, പിതാവ് ഈ ഭൂമിയില്ല, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, ദൂതന്മാരില്ല, ഏകനായ വാക്കുകൾ ശ്രദ്ധിക്കണം, ഏകനായ ദൈവത്തിനൊരു സ്വപ്നം തോന്നി, ആ സ്വപ്ന നിവൃത്തിയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. വാക്കുകൾ ശ്രദ്ധിക്കണം, സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ദൂതന്മാരുമില്ല, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഏകനായ ദൈവത്തിന് ഹൃദയത്തിലൊരു സ്വപ്നം തോന്നി, ആ സ്വപ്നമാണ് ഇപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ദൈവം ആ സ്വപ്ന നിവൃത്തിക്ക് വേണ്ടി, എന്താ സ്വപ്നം, അവന്റെ സ്വപ്നം എന്താ? കർത്താവിന്റെ സ്വപ്നം എന്തായിരുന്നു? പിതാവ് യഹോവയുടെ സ്വപ്നം എന്തായിരുന്നു? അവൻ എന്നെപ്പോലെ, ഞാൻ അവിടെ പറയുക ദൈവം സ്നേഹവാനാകുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളൊക്കെ പറയാറുണ്ട് ഇത് മുഴുവൻ സ്നേഹമാടി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ കാണിക്കാൻ നമുക്കറിയത്തില്ല. കാണിക്കുന്ന മുഴുവൻ മറ്റേ അല്ലേ വേറെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ ദൈവത്തിന് മനസ്സിലായി കാണിച്ചു തന്നെ അല്ലേ അത് കാണിക്കണം. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രൻ ദൈവം തൻ്റെ മക്കളെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിൽ സൃഷ്ടിക്കാതെ ചെറിയൊരു ഭൂമി, ഒരു മൺതരിയുടെ മാത്രമുള്ള ഒരു കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളിടയിൽ ദൈവം അതൊക്കെ ഉണ്ടാക്കി, ദൂതന്മാരെ ഉണ്ടാക്കി നാം പഠിച്ചതാ, നിത്യത മുതൽ നിത്യത വരെ ക്ലാസ്സിൽ പഠിച്ചതാ. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഭൂമിക്ക് വൃത്തം വരച്ചു എന്ന് യോ പറഞ്ഞതുപോലെയൊക്കെ വൃത്തം വരച്ചിട്ട് എന്നെയും നിങ്ങളെയും അവിടെ അതിൽ അല്ലേ ആദ്യം ആദാമിനെ സൃഷ്ടിച്ചു. പിന്നെ ആദാമിലൂടെ നമ്മളിങ്ങനെ പുറത്തൊക്കെ വരികയാണ്. 40-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, യെശയ്യാവ് എന്താ, സന്തതികളെ അവൻ വിളിച്ചു വരുത്തുന്നു ആദമിൽ നിന്നല്ലേ. അപ്പൊ ദൈവം എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ അവന്റെ മക്കളെ സൃഷ്ടിക്കാതെ ഭൂമിയിൽ സൃഷ്ടിച്ചത് അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അത് മറ്റൊന്നുമല്ല, അവൻ ഇവിടെ ഇട്ടിട്ട് നമ്മളെ സൃഷ്ടിച്ചെടുത്തിട്ട് ദൈവം നമ്മെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പിതാവിനെ അനുസരിക്കുമോ, പൂർണ്ണമായി അനുസരിക്കുമോ എന്നൊക്കെ അവൻ നോക്കി ജയിക്കുന്നവനെ അവൻ പരദീസയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ഈ കാണുന്ന ഭൂമിയൊന്നും ഉണ്ടാകത്തില്ല. പിന്നീട് വരാൻ പോകുന്നത് പുതിയ ഭൂമിയൊക്കെ സ്പിരിച്വൽ ഭൂമിയാണ്, അത് വേറെ സാധനമാ. അതിനെക്കുറിച്ച് പുതിയ ഭൂമിയും ആകാശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അതുകൊണ്ട് ആ ദൈവം ഭൂമിയെ ഉണ്ടാക്കി. ഭൂമിയിൽ വെറും ആറ്റം, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റം കൊണ്ട് ദൈവം ഭൂമിയെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് കത്താൻ വേണ്ടിയാ. പത്രോസ് പറഞ്ഞല്ലേ, ഒരു തീപ്പെട്ടി ഇങ്ങനെ ഉരച്ചിടും. കഴിഞ്ഞ ദിവസമൊക്കെ അതല്ലേ റോട്ടിൽ കൂടി പോകുമ്പോൾ എന്താ പടക്കം പൊടുന്ന പോലെ പടപടാന്ന് പൊട്ടിക്കണ്ടായത് അല്ലേ. അതുപോലെ ഒരു ദിവസം ഇങ്ങനെ ഈ ഭൂമിക്ക് അങ്ങനെ തീ കൊടുക്കും കർത്താവ്. ഇവിടെ അങ്ങ് പൊട്ടും, പിന്നെ നക്ഷത്രങ്ങളൊക്കെ പൊട്ടി തെറിച്ച് അവസാനം തീരും. എല്ലാം ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റമാണെല്ലാം, മറന്നു പോകരുത്. എന്തുമാകട്ടെ, അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ആഴമായി കണ്ടതാണ്. വിട്ടുപോകുന്നു. നമുക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മൂന്ന് ജീവൻ നമുക്ക് നൽകി. എന്തൊക്കെയാ? ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന 3 വ്യക്തികളായിരിക്കുന്നത് പോലെ തന്നെ ദൈവം നമുക്ക് 3 വ്യക്തികൾ, 3 അല്ലേ വ്യക്തിത്വം, നല്ല വാക്കെന്താ അറിയത്തില്ല അല്ലേ, നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊരു ബോഡിയുണ്ട്, ഒരു സോളുണ്ട്, ഒരു സ്പിരിറ്റുണ്ട്, 3 ജീവനുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. മരങ്ങൾക്ക് വളരുന്ന ജീവൻ മാത്രമേ ഉള്ളൂ, ബോഡി ജീവൻ മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾക്ക് എന്തുണ്ട്? സോൾ ജീവനുമുണ്ട്, പഠിച്ചതാണ്. സോൾ ജീവനുമുണ്ട്, ജീവനുമുണ്ട്, പിന്നെ ബോഡി ജീവനുമുണ്ട്, വളരുന്ന ജീവനുമുണ്ട്. അതുകൊണ്ട് മരങ്ങളോട് പോയിട്ട് സുഖമാണെന്ന് ചോദിച്ചാൽ അതുങ്ങളൊന്നും അറിയത്തില്ല. കാരണം അതുങ്ങൾക്ക് അതിനകത്ത് സോളില്ല. സോളിലാണ് മനസ്സും ഇച്ഛകളും വികാരങ്ങളും അല്ലെ സ്നേഹമൊക്കെ ഇരിക്കുന്നത്. എന്നാൽ ഒരു പട്ടിയൊക്കെ വിളിച്ച് നമ്മൾ തലോടുമ്പോൾ പട്ടിയൊക്കെ പറയില്ലേ, നക്കുകയും ചെയ്യാറില്ലേ? ആരുടെ വീട്ടിൽ പട്ടിയൊന്നും ഇല്ല ഇവിടെ. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് അത് സോളി കിടക്കുന്ന 3 ഭാഗങ്ങളാണ് പണ്ട് നമ്മൾ അതേക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. എന്നാൽ മനുഷ്യന് മാത്രമേ ഒരു പുതിയൊരു ജീവനും കൂടി ദൈവം കൊടുത്തു. അത് മറ്റൊന്നുമല്ല, സ്വയ ജീവൻ, ആത്മാവിലുള്ള ജീവൻ. അതെന്തിനു വേണ്ടിയാ? പിതാവിന് സ്വർഗത്തെ അറിയാൻ വേണ്ടി. ഞാൻ വിട്ടുപോകുന്നു. ദൈവം ഏതെങ്കിലും മനുഷ്യൻ ജീവിക്കാൻ വെച്ചു, വാഴുവാൻ വെച്ചു. നമ്മൾ അതിനെക്കുറിച്ച് കേട്ടതാണ്. ഏദൻ തോട്ടത്തിൽ വെച്ചു. ഏദൻ തോട്ടത്തിലെ ജീവിതമാണ് യഥാർത്ഥമായ മനുഷ്യന്റെ ജീവിതം, അല്ലേ? യഥാർത്ഥമായ മനുഷ്യന് ജീവിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഏദൻ തോട്ടം. അവിടെയാണ് സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന സ്ഥലം. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് നമ്മുടെ അകത്തൊരു ഏദൻ തോട്ടം വന്നു കഴിഞ്ഞു, അല്ലേ? കാരണം ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ ഒരു മനുഷ്യ ഹൃദയം ഇവിടെ തന്നെ കിടക്കുക. ഇതിനകത്ത് കുറച്ച് അത്യാവശ്യം ചില, അല്ലേ, എല്ലായിട്ട് കറുത്ത് ഇരുണ്ട്, ഇതൊന്നും അല്ല കളർ, വേറെ കളറാ, അല്ലേ? കറുത്തിരിക്കുന്ന ഹൃദയം, കവട്യവും കവടതയും മോഹങ്ങളും ഇച്ഛകളും, അല്ലെ, കിടന്ന് എല്ലാം കൂടി കുഴഞ്ഞ് മെഴഞ്ഞ് കിടക്കുന്ന, എല്ലാം കിടക്കുന്ന, സൂത്രങ്ങൾ കിടക്കുന്ന ആ ഹൃദയത്തിനകത്ത് കർത്താവ് ഒരു പുതിയ ഹൃദയം നമുക്ക് നൽകി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, അല്ലേ? ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, കല്ലാഹൃദയം എടുത്ത് മാറ്റിയിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ ആ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പഴയ ചതിമോഹങ്ങളായി വഷളായിപ്പോയ പഴയ ഹൃദയത്തിനകത്ത് ഒരു പുതിയ ഹൃദയം കിട്ടിയവരാ ഈ ഇരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാ തമ്മിൽ സ്നേഹം. അല്ലാതെ പണ്ട് കണ്ടാക്കൂല ഒരു മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാ. നമുക്ക് നമ്മുടെ പണി, അല്ലേ? നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, മക്കൾ, നമ്മുടെ കാറും ലോറി എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ഇതന്നല്ല നമ്മൾ. എന്നോടൊന്നറിയാമോ? ആ ചതിമോഹങ്ങളായി വഷളായിപ്പോയ പഴയ ഹൃദയത്തിനകത്ത് ദൈവം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ ഹൃദയം തന്നു. ഇതെങ്ങനെയാ ദൈവരാജ്യമായിട്ട് ഏദൻ തോട്ടമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തത്? ഭൂമി എന്ന് പറയുന്നത് ഈ കാണുന്ന, നമുക്കറിയാം, ആ ഭൂമിക്കകത്ത് മനുഷ്യനെ ജീവിക്കുവാൻ ഒരു ചെറിയ ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കി, കിഴക്കൊരു ഏദൻ തോട്ടം ഉണ്ടാക്കി, അല്ലേ? എന്താ കിഴക്ക് നിന്ന് ആലയത്തിൽ ഉമ്മറപ്പടി എന്നൊക്കെ ഒഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞുപോയോ? കായീൻ കിഴക്കോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധി വിട്ട് കിഴക്കോട്ട്, ദൈവത്തിൽ അകന്നു പോകുന്ന ഒരു പ്രകൃതമാണ് അതൊക്കെ ഈ കിഴക്കെന്ന് പറയുന്നത്. എന്നുവാകട്ടെ, ആ ഭൂമിയിൽ ദൈവം ഒരു കിഴക്കൊരു മൂലക്ക് ദൈവം ഒരു ഏദൻ തോട്ടം സൃഷ്ടിച്ചിട്ടാണ് അതിലാണ് മനുഷ്യനെ ജീവിക്കാൻ വെച്ചത്. അതുപോലെ തന്നെ എൻ്റെ പഴയ ഹൃദയത്തിനകത്ത് ദൈവം ഒരു ചെറിയൊരു ഏദൻ സൃഷ്ടിച്ചു. ഏതാ? ചെറിയൊരു ഹൃദയം. ആ ഹൃദയം ഇതിനകത്തുണ്ട്. ആ ഹൃദയത്തെ ഫോക്കസ് ചെയ്യാതെ കറുത്തിരിക്കുന്ന പുള്ളിക്കാരൻ്റെ ഹൃദയം നമ്മളിങ്ങനെ വളർത്താൻ പോയാൽ ഇവൻ ചുരുങ്ങി അവസാനം എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ പടിക്ക് പോകും. അതുകൊണ്ട് ഈ കർത്താവ് ഉൽപ്പത്തിയിൽ ആദമിനോട് പറഞ്ഞ, ആദമേ നീ പെറ്റു പെരുകി. 5 കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഓർമ്മയുണ്ടോന്നേക്ക്? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴണ. 5 കാര്യങ്ങൾ, അല്ലേ? അതൊക്കെ നമ്മൾ ആഴമായി പഠിച്ചതാ, അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാ. ഈ 5 കാര്യങ്ങൾ ചെയ്യണം നീ. അതിന് നീ പെറ്റുപെരുകുമ്പോൾ ഈ ദൈവം ഭരിക്കുന്ന, ദൈവം രാജാവായിരിക്കുന്ന ഈ ഏദൻ തോട്ടം വളർന്ന് ആ ഭൂമി മുഴുവനും ഏദൻ തോട്ടമായി മാറണം. ഇതാണ് ദൈവത്തിന്റെ ഹിതം. പക്ഷെ അതിനൊന്നും വേണ്ടി സമയമൊന്നും പോകേണ്ടി വന്നില്ല. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത്രയൊന്നും പോയില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ അത്രയൊന്നും വന്നില്ല. അതിനു മുമ്പ് തന്നെ പുള്ളിക്കാരൻ താഴെ പോയി. അത് തന്നെ വീണ്ടും ഒന്നും കൂടി കർത്താവ് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ പഴയ ഹൃദയത്തിനകത്ത് ഒരു ചെറിയ ദൈവാനുരൂപമായ ഹൃദയം നൽകിയിട്ട് പറയുക, ഈ ഹൃദയത്തെ നീ വളർത്തിയെടുത്ത് നിന്റെ വളരും തോറും, ഈ ചെറിയ നല്ല ചുവപ്പുള്ള ഹൃദയം വളരും തോറും ദൈവത്തെ അറിഞ്ഞും ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടന്നും നല്ല വിശുദ്ധന്മാരുമായി കൂട്ടായ്മ കൂടിയും പോകുമ്പോൾ ആ ദൈവം ഭരിക്കുന്ന ആ ഹൃദയം വളർന്ന് പഴയ ഹൃദയങ്ങൾ ഒറ്റടിക്ക് പോയി കളയും. പിന്നെ നമ്മൾ യഥാർത്ഥമായി ദൈവപുരുഷന്മാരായിട്ട് നമ്മൾ മാറ്റപ്പെടും. മനസ്സായോ? നമുക്ക് രണ്ടിടത്തും കാലുവെക്കും. മറ്റിടത്ത് ഞായറാഴ്ച 2 മണിക്കൂർ കാലുവെക്കും. ഇവിടെ ബാക്കി 6 ദിവസവും ബാക്കിയുള്ള മണിക്കൂറും ഈ പഴയ കറുത്ത ഹൃദയമായിട്ട് നമ്മളിങ്ങനെ നടക്കുക. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ സിസ്റ്റങ്ങൾ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആഴമായിട്ട് നമ്മൾ പഠിച്ചതാണ് എന്ന കാര്യം മറന്നു പോകരുത്. എന്നാലും എൻ്റെ സമയപരിധിക്കുള്ളിൽ തന്നെ ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. മാർക്കോസ് 1:15. എന്തൊക്കെയാ? നമ്മൾ കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ആദ്യത്തെ പ്രസംഗം, മാനവരാശിയോടുള്ള യേശുവിൻ്റെ 1ാമത്തെ പ്രസംഗം. ആദ്യത്തെ പ്രസംഗം 12 വയസ്സുള്ള യേശു അല്ലേ ഉത്സവ പറമ്പിൽ വെച്ച് അവിടെ അമ്മയപ്പനോട് പറഞ്ഞ പ്രസംഗം, അല്ലേ? ഞാൻ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞ ലൂക്കോസ് 2:47 പറയുന്ന വാക്യം. പക്ഷെ മാനവരാശിയോടുള്ള യേശുവിൻ്റെ തിരിവാമൊഴിഞ്ഞ് കഴിഞ്ഞ
4000 വർഷമായി ദൈവത്തെ വിട്ട് മനുഷ്യൻ പുറത്തു പോയിരിക്കുക. കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ആദ്യമായി മനുഷ്യർക്ക് 4000 വർഷം അറിയാതിരിക്കുന്ന ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാ കർത്താവ്, അല്ലേ? മനുഷ്യൻ കേൾക്കാത്ത ചില സത്യങ്ങൾ. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്താ കാലം തികഞ്ഞത്? നമ്മളെ കുറിച്ച് പഠിച്ചതാ. എന്താണ് കാലം തികഞ്ഞത്, അല്ലേ? പാപം നിമിത്തം ഏദൻ പർദീസ വിട്ടുപോയ മനുഷ്യൻ വീണ്ടും ഭൂമിയിൽ കടന്നു വന്നു. പാപത്താൽ മലിനപ്പെട്ടു പോയ മനുഷ്യൻ എന്ന് പറയുന്നത്, നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഉൽപ്പത്തി 2:17, നന്മ തിന്മ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയം. ഒരു ശിക്ഷാവധി മനുഷ്യന്റെ മേൽ കടന്നു വന്നു. മനുഷ്യൻ ഒരു ശിക്ഷയ്ക്ക് പാത്രമായി ഈ ഏദൻ പർദീസ വിട്ട് ഭൂമി എന്ന് പറയുന്ന ജയിലിലേക്ക് മാറ്റപ്പെട്ടു പോയി. സത്യത്തിൽ ഭൂമി എന്താ? ഭൂമി എന്ന് പറയുന്നത് ജയിലാ. പാപം നിമിത്തം മനുഷ്യ ഇട്ട സ്ഥലമാണിത്. ഇവിടെയാ നമ്മൾ വെല്ലുവിളിക്കുന്നത്. ഞാനാടാ വലിയ, നീയാടാ വലിയവൻ, എന്നെ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് എവിടെയെന്നറിയാമോ? ജയിലിൽ കിടന്നുകൊണ്ടാ. ജയിലിൽ കിടക്കണം. അതുകൊണ്ടാ മനുഷ്യൻ കഴിഞ്ഞ 4000 വർഷമായി തടവറയിലായിരുന്നു. ഹല്ലേലൂയ. തടവറയിലായിരുന്ന മനുഷ്യന് ഇപ്പൊ ഞാൻ പറയാ, നമ്മളെ ഒരു പാപം നിമിത്തം ജയിലിൽ അടക്കപ്പെട്ടു, 15 വർഷം വിധിച്ചു. അവൻ ആകെ അറിയാവുന്ന 4 ചുമലേ അറിയത്തുള്ളൂ. ദിവസങ്ങൾ പോകുന്നത് അറിയത്തില്ല, ആഴ്ചകൾ പോകുന്ന അറിയത്തില്ല, മാസങ്ങൾ പോകുന്ന അറിയത്തില്ല, വർഷങ്ങൾ പോകുന്ന അറിയത്തില്ല, അല്ലേ? പക്ഷെ അറിയാൻ പറ്റും. ഒരു ദിവസം ജയിൽ സൂപ്രണ്ട് വന്ന് പറയും, മോനെ നിനക്ക് നീ പോകാം, അല്ലെ നിന്റെ ശിക്ഷാവധി കഴിഞ്ഞു, നീ എങ്ങോട്ട് പോകാം, നിന്റെ വീട്ടിൽ പോകാം നിനക്ക്. ഇത് കാരണം അറിയില്ല, ഡേറ്റുകൾ സമയം പോകുന്ന അവൻ അറിയില്ല. അതുപോലെ തന്നെ മാനവരാശി ഈ ഭൂമി എന്ന് പറയുന്ന ജയിൽ അടക്കപ്പെട്ട് അവിടെ പെറ്റിവരിക, അവിടെ എന്തെങ്കിലുമൊക്കെ ഇത് കാണിച്ചു കൂട്ടുക ശരി തന്നെയാ. പക്ഷേ ഇത് നമ്മൾ എവിടെയാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഒരു ജയിൽ സൂപ്രണ്ട് നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കാലം തികഞ്ഞു. ഒന്നാമത്തെ പ്രസംഗത്തിൽ ഒന്നാമത്തെ വാക്ക് എന്താ കാലം തികഞ്ഞത്? നിങ്ങൾ പാപനിമിത്തം നിങ്ങൾ ജയിലടക്കപ്പെട്ടതാ. 4000 വർഷമായി നിങ്ങൾ തടവറയിലായിരുന്നു, പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു, അല്ലേ? എന്നിട്ട് പറയും, ഇപ്പോൾ നിങ്ങളുടെ ശിക്ഷാവധി കഴിഞ്ഞു, മടങ്ങി. വല്ലതും ആരെങ്കിലും പോയോ? മടങ്ങി വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇവിടെ കിടക്കുകയാ. നമ്മുടെ വീട് എവിടെയാ? UK, കാനഡ, അമേരിക്ക, സൗദി. നമ്മുടെ വീട് അവിടെ കിടക്കുകയാണ്. നമ്മൾ പിന്നെ എങ്ങാണ് പോകാറ്? നമ്മള് പാപം നിമിത്തം ജയിലിൽ കിടക്കുന്ന, ശിക്ഷ കഴിഞ്ഞ് സൂപ്രണ്ട് വന്ന് പറഞ്ഞ് കാലം തിരിഞ്ഞ് പോ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന, മാനസാന്തരപ്പെട്ട്, അല്ലേ? ആ സുവിശേഷത്തെ വിശ്വസിക്കുക. എന്താ സുവിശേഷം? അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോ. നീ ശിക്ഷ കഴിഞ്ഞത്. പക്ഷെ നമുക്ക് ഇവിടെ തൊട്ട് പോകാൻ കഴിയത്തില്ല. കാരണം 2 സെന്റ് സ്ഥലവും വീട് ഇവിടെ കിടക്കുന്നത്. ഹൃദയം എവിടെ അല്ലേ? നമ്മുടെ സമ്പത്ത് എവിടെ ഇരിക്കുന്നുവോ അവിടെ ഹൃദയം കിടക്കുന്നു പറഞ്ഞ പോലെ നമുക്കൊട്ട് നമുക്ക് ഈ ജയിലിൽ ഗോതമ്പുണ്ട്, അല്ലേ? അതും കഴിച്ച് ശീലിച്ചു പോയതുകൊണ്ട് അത് മതി. നമുക്ക് ആത്മീയ മന്യം നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. അത് വയറിന് പിടിക്കില്ല ബ്രദറെ, അല്ലേ? ബൈബിൾ സ്റ്റഡിക്ക് വിളിച്ചാ അന്ന് വയറിന് പിടിക്കത്തില്ല നമുക്കല്ലേ? കാരണം ശീലമില്ല നമുക്ക്. യഥാർത്ഥ നല്ല ഫുഡ് കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ട് പാപനിമിത്തം മനുഷ്യൻ ജയിലിൽ കിടന്ന് ചത്തൊടുങ്ങി പോവുകയാ. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു. അപ്പാ, അല്ലേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്തിനാണ് അടുത്തത്? നീ മാനസാന്തരപ്പെടണം, കർത്താവ് പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താ സുവിശേഷം? ഇവിടെയാ വിഷയം. ഇവിടെയാണ് സുവിശേഷം, നമ്മൾ അറിയാത്ത സുവിശേഷങ്ങൾ പൊങ്ങി വരുന്നത്. ഗലാത്യ ലേഖനത്തിലൊക്കെ പറയുന്ന പോലെ ദാവീദിന്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവാകുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് സത്യമാ. ഞാനത് വിശ്വസിക്കുന്ന ആളാ. പക്ഷേ ആ സുവിശേഷം കൊണ്ട് എനിക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടും, നിത്യത കിട്ടത്തില്ല, ദൈവരാജ്യം കിട്ടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്താ പഠിച്ചതൊക്കെ മറന്നുപോയ നിങ്ങള്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്താ സുവിശേഷം? തൊട്ട് മുകളിലെ 14ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? അന്നു മുതൽ കർത്താവ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചു തുടങ്ങി. അതാണ് യഥാർത്ഥമായ ഒരു മനുഷ്യനെ ദൈവത്തിന്റെ മകനാക്കി മാറ്റുന്നത്. അല്ലാതെ ലോകത്തിൽ കേൾക്കുന്നതൊന്നും, സുവിശേഷങ്ങളൊക്കെ ശരിയാ, പാപത്തിന് നമുക്ക് പരിഹാരം കിട്ടും, പാപത്തിന് മോചനം കിട്ടും. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാ, വിട്ടുപോകുന്നു, അതിന് സമയമില്ല നമുക്ക്. പക്ഷേ നമ്മുടെ പിതാവിന്റെ വീട്ടിൽ അതുകൊണ്ടാ രക്ഷിക്കപ്പെട്ടിട്ടും നമ്മുടെ മോഹം മുഴുവൻ ഇവിടെ കിടക്കുന്നത്. കാരണം അറിയാമോ? അടുത്ത നമുക്കറിയത്തില്ല. അടുത്ത യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം നമുക്കറിയത്തില്ല. ശിഷ്യന്മാർ പറഞ്ഞ സുവിശേഷം നമുക്കറിയത്തില്ല. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്, അല്ലേ?
സൈക്കിളായിട്ട് കാറുമായിട്ട് പോകുന്ന സുവിശേഷം നമുക്കറിയത്തുള്ളൂ അല്ലെ, ലോകത്ത് കേൾക്കുന്നത് മുഴുവനും. കർത്താവും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും പ്രസംഗിച്ച ആ ദൈവരാജ്യം എന്ന് പറയുന്ന സുവിശേഷം എന്നെ ആള് മാറുമാറ അല്ലെ, ആള് നമ്മളെ മാറ്റിക്കളയുന്ന, മാറ്റുന്ന അല്ലേ. ചില വാക്കൊന്നും വായിൽ വരത്തുമില്ല. ആ സാധനം ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. അതാണ് കർത്താവ് പ്രസംഗിച്ചത്. കർത്താവ് നമുക്കറിയാം, ഏദൻ പർദീസ വിട്ട് പിശാച്, മരണത്തിന് അധികാരിയായ പിശാച് മനുഷ്യനെ ഭൂമിയിലേക്ക് കൊല്ലാൻ കൊണ്ടുപോയി. അതാണ് ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടത് അല്ലേ. അവൻ അവസാനം ചത്തൊടുങ്ങി, അവന്റെ ശരീരം മണ്ണിൽ കിടന്നു. സോളും സ്പിരിറ്റൊക്കെ പാതാളത്തിൽ തടവറയിൽ എവിടെയെങ്കിലും പാതാളത്തിൽ കാണും. പിന്നീട് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ളസിംഹാസന ന്യായവിധിയെങ്കിൽ ഇതെല്ലാം എഴുന്നേറ്റുമെന്ന് ന്യായം വിധിക്കുന്ന കാര്യമാക്കി നമുക്ക് അതിനെക്കുറിച്ച് അല്പമായിട്ട് പഠിച്ചതാണ്, വിട്ടുപോകുന്നു. അതുകൊണ്ട് പാപനിമിത്തം ദൈവരാജ്യം മനുഷ്യർക്ക് അടഞ്ഞുപോയി അല്ലേ. പാപം നിമിത്തം പണ്ട് സ്വർഗവും ഭൂമിയും ഒരുമിച്ചിരുന്നു, പക്ഷെ പാപനിമിത്തം അത് അടഞ്ഞുപോയി. ഇപ്പൊ നമുക്ക് ആകെ അറിയാവുന്നത് എങ്ങനെയെങ്കിലും പഠിക്കുക അല്ലേ. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു നേഴ്സിംഗ് പഠിക്കുക, എങ്ങനെയെങ്കിലും ജീവിതം സെറ്റിലാക്കുക. ഒന്നും വേണ്ടിയില്ല. കാരണം ഇതിനപ്പുറം ഒരു ലോകത്തെക്കുറിച്ച്, ഈ പറഞ്ഞ കാണുന്ന മറ്റൊരു സ്പിരിച്വൽ ഇല്ലത്തെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ പിതാവിനെ കുറിച്ച്, ഭവനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. നമുക്ക് ഈ ഭൂമിക്കകത്ത് കാണുന്ന, ജയിലിൽ കാണുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതിനെ പുറകെ പോയാൽ നഷ്ടം മാത്രമായിരിക്കും. കാരണം അവസാനം കണക്കൂട്ട് നോക്കുമ്പോൾ നമുക്കൊന്നും കാണത്തില്ല. ഈ ഭൂമി ദൈവത്തിന്റെ കണ്ണിൽ അല്ലെ, മനുഷ്യന്റെ കണ്ണിൽ സ്വർഗമാണ്. ലൂലുമാളിലൊക്കെ പോയാൽ നമ്മുടെ സ്വർഗം പോലെയാ. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ ഒരു പന്നിൽ അല്ലേ. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ പന്നിക്കൂട്ടി കിടക്കുന്ന പന്നികളാ. മുടിയായ പുത്രൻ എവിടെയോ അവസരം വന്ന് പെട്ടത്? പന്നിക്കൂട്ടിൽ. ആ വാളവരക്ക് വേണ്ടിയാണ് നമ്മൾ തല്ലുപിടിക്കുന്നത്. എനിക്ക് പൊസിഷൻ വേണം അല്ലേ, എൻ്റെ കസറ ഞാൻ വിട്ടു കൊടുക്കത്തില്ല, ഞാനാണ് ഇവിടുത്തെ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചല്ലേ പറഞ്ഞ് നമ്മൾ ബലം പിടിച്ചുകൊണ്ടിരുന്നാൽ ഇതൊക്കെ വെറും ദൈവത്തിന്റെ കണ്ണിൽ വെറും പന്നിക്കൂട്ടിലെ വാളവര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനപ്പുറമായിട്ട് ദൈവം കാണുന്നത് പോലെ കാണാൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിതൊക്കെ ഒരു ചപ്പും ചവറുമായി, പൗലോസിന്റെ ഭാഷ ഞാൻ പറഞ്ഞത് അല്ലല്ലോ, ചപ്പും ചവറുമായി കാണും. ദൈവം കാണുന്ന പോലെ നമ്മൾ ഈ ഭൂമിയിലുള്ളതും കാണാൻ തുടങ്ങണം നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയം പതിയെ ഇങ്ങനെ പൊങ്ങും അല്ലേ. 100 അടി 500 അടി 1000 അടിയൊക്കെ ഉയർന്ന് അവസാനം നമ്മുടെ ശ്വാസം പോകുമ്പോൾ നമ്മൾ പിതാവിന്റെ വീട്ടിന് മുമ്പിൽ അപ്പാന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മറന്നു പോകരുത്, ഇന്ന് മനുഷ്യർ മുഴുവനും ചിന്തകളിലും ആഗ്രഹങ്ങൾ മുഴുവനും ഈ ലോകമോഹങ്ങളാ, ജഡയിച്ചകൾ മുഴുവനും. രക്ഷിക്കപ്പെട്ടവരോട് പറയാ, ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. ഞാനൊരു മുന്തിരിക്കൊല കാണുന്നു, ഒരു ഫ്ലൈറ്റിന്റെ സ്വരം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത മോഹം മുഴുവൻ അകത്ത് കയറ്റി കഞ്ഞിയും കുടിച്ച് മക്കളും ഭാര്യയും മക്കളായിട്ട് സുഖമായിട്ട് കർത്താൻ ആരാധിച്ചിരുന്ന ഇപ്പോൾ നല്ല അടിച്ച് പിരിപ്പിച്ച് അല്ലേ, ഓവർടൈമൊക്കെ പോകുമ്പോൾ ലോകമോഹങ്ങൾ ഇടിച്ചു കയറ്റിയ മനുഷ്യന്റെ അകത്തേക്ക് അല്ലേ. സത്യത്തിൽ ആരാ പിശാചിലെ ദാസന്മാരെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും പറയാൻ നമുക്കില്ല. അതുകൊണ്ട് അനേകർ വന്ന് നിങ്ങൾ എൻ്റെ പേരെടുത്ത് വരും, അനേകർ നിങ്ങളെ തെറ്റിക്കും. ലോകത്തിൽ കാണുന്ന നല്ലൊരു ശതമാനം സംഘടനകളൊക്കെ ആ മറ്റൊരു യജമാനന്റെ ദാസനാണ്. അതുകൊണ്ട് അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായിൽ അവർ മാനം തോന്നുന്നു, ഭൂമിയിലുള്ളത് അവർ ചിന്തിക്കുന്നു. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന അരിഷ്ട മനുഷ്യർ, രക്ഷിക്കപ്പെട്ടവരാ, പക്ഷെ അവരുടെ പേരെന്താ? അരിഷ്ടന്മാർ അല്ലേ. ഇങ്ങനെയുള്ളവർ ക്രിസ്തുവിനല്ല, അവരുടെ ദൈവം മുഴുവൻ വയറക്കുക അല്ലേ. അതുകൊണ്ട് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി തീരും. രക്ഷിക്കപ്പെട്ടവരാ, സ്ഥാനപ്പെട്ടവരാ, എല്ലാ ആത്മാവിനെ കേട്ടത് എല്ലാം പറയും, പ്രവചനമൊക്കെ ഉണ്ട്, ശരി തന്നെയാ. പക്ഷേ അവരുടെ ഹൃദയം ഇന്നും യഥാർത്ഥമായി അനുഗമിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എൻ്റെ ക്രൂശ് എടുക്കണം. അല്ലാതെ ചുമ്മാന്ന് വരാൻ പറ്റത്തില്ല. ക്രൂശ് ചുമന്നുകൊണ്ടല്ലാതെ അവൻ്റെ കൂടെ നടക്കാൻ നമുക്ക് പറ്റത്തുമില്ല, നമുക്കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് അനുഗമിക്കാൻ പോകുന്നില്ല. പക്ഷേ കർത്താവ് നമ്മെ വിളിച്ചത്, നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രൂശ് എടുത്തുകൊണ്ട്, നമുക്കൊരു ക്രൂശുണ്ട്, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കർത്താവ് ചുമന്നൊഴുക്കിയ ക്രൂശിൻ്റെ അനുഭവം, അത് ദൈവം നമുക്കായി കുറച്ച് നമ്മൾ എടുക്കേണ്ടി വരും എന്ന കാര്യം മറന്നു പോകരുത്. ക്രൂശ് നമുക്ക് ചുമക്കേണ്ടി വരും. ക്രൂശ് ചുമക്കുമ്പോഴാ എൻ്റെ പാപശക്തിയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുന്നത്. മനസ്സിലായോ? പാപത്തിന്റെ കർത്താവ് ഫ്രീ ആയിട്ട് എന്നെ മോചിപ്പിച്ചു, ചെയ്തു പോയ പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും. എന്നാൽ എൻ്റെ അകത്തുള്ള പാപശക്തിയിൽ നിന്നൊക്കെ എനിക്ക് മോചനം ലഭിക്കണമെങ്കിൽ ആ ക്രൂശ് ഞാൻ സന്തോഷത്തോടുകൂടി ചുമക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ്. അല്ല, അങ്ങനെ ചുമക്കുന്നവർ വിശുദ്ധിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പഴയ പാമ്പ് കടിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ.
എന്നെ പണ്ട് കടിച്ച പാമ്പുകളെ കുറിച്ചല്ല പറഞ്ഞത്. ഉൽപ്പത്തിയിൽ ആദമിനെ കടിച്ച പാമ്പിനെ കുറിച്ചും ആ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആഴമായി പഠിച്ചതാണ്. അങ്ങനെ പാമ്പ് കടിച്ച നിമിത്തം മനുഷ്യൻ കരിഞ്ഞുണങ്ങി അല്ലേ. സഭാപ്രസംഗം 7:29 പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി തീർന്ന നശിച്ചു പോകുന്ന ദൈവമനുഷ്യൻ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവനോ ഈ പറഞ്ഞ പോലെ സൂത്രങ്ങൾ തേടി വന്നപ്പോൾ അവൻ വെറും കരിക്കട്ട മാത്രമായി തീർന്നു എന്ന കാര്യം മറന്നു പോകരുത്. അവൻ പണിഷ്മെന്റിലായി ഭൂമി നിമിത്തം. പിന്നീട് ഈ നമ്മൾ ചെയ്യുന്ന വേലയും അടിമ വേലയ്ക്കില്ലേ അല്ലേ, പിള്ളേരൊക്കെ പറയാറില്ലേ, എന്തുമാത്രം പണിയെടുക്കുന്നത്, ഞങ്ങളെ കൊണ്ട് പട്ടിപ്പണി എടുക്കുന്ന നമ്മുടെ പിള്ളേരുടെ ഭാഷയാ അല്ലേ. ഗവൺമെന്റ് പട്ടിപ്പണി എടുപ്പിക്കുക നമ്മളെ കൂടുന്നത്. അങ്ങനെ പിള്ളേരുടെ ഭാഷയുണ്ട്, എൻ്റെ ഭാഷയല്ല. നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഫ്രീ ആയിട്ട് നടക്കുക. അപ്പം ഈ സത്യം പറഞ്ഞാൽ പറവോന്റെ ജീവൻ തന്നെ നമ്മളെ കൊണ്ട് അടിമ വിലയെടുത്ത് പിഴിഞ്ഞ് അവർ പൈസ ഉണ്ടാക്കുക. പിന്നെ കുറച്ച് കൂടുതൽ നമുക്ക് തരും, എന്തെങ്കിലും തരും. പിന്നെ 35-40 വയസ്സാകുമ്പോൾ പിന്നെ മിണ്ടിയില്ല, നിങ്ങൾ വിട്ടുപോകുന്നല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാ. ഓക്കെ, ഒട്ടനവധി കാര്യം നമ്മൾ ചിന്തിച്ചു വിട്ടുപോകുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മെ പ്രസംഗിച്ച വാക്യം മറന്നു പോകരുത്. സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അപ്പോൾ ഒരു നോട്ടിന് 2 വശമുള്ളത് പോലെ തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി താഴെ മോർണിംഗ് സർവീസ് ഞാൻ എടുത്തായിരുന്നു, അതിനെക്കുറിച്ച് 10-20 ക്ലാസ്സോളം എടുത്തായിരുന്നു. പക്ഷെ നമ്മളിത് ഈ ടോപ്പിക്കിൽ നമുക്ക് ക്ലാസ് വരും. സുവിശേഷം 2 സുവിശേഷമുണ്ട്. എന്തൊക്കെയാ? ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമുണ്ട്, ക്രിസ്തുവിൻ്റെ സുവിശേഷമുണ്ട്. വ്യത്യാസം മനസ്സിലായോ? അത് നമ്മൾ പിന്നീട് പഠിക്കും അതിനെക്കുറിച്ച്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് പോകേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ വന്ന് മരിച്ചു. ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അല്ലേ. എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം, അത് എന്നെ ആളും മാറ്റി ക്രിസ്തുവിനെ പോലെയാക്കി മാറ്റിക്കളയും. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് അല്പമായി ചിന്തിക്കും. ഈ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഉൽപ്പത്തി 1:28 ദൈവം മനുഷ്യൻ എന്താ പറഞ്ഞത്? അല്ലേ, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴണം. 5 കാര്യങ്ങൾ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചത്. പക്ഷേ ആദ്യത്തെ 3 കാര്യങ്ങൾ പാപനിമിത്തം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ 4ഉം 5ഉം ഇന്നില്ല. എന്തൊക്കെയാ 4ഉം 5ഉം? സബ്ഡ്യൂ എന്ന് പറയുന്നതും ഡൊമിനിയൻ, വാഴ്ച എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പാപനിമിത്തം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. ആദമിനോട് പറയുമ്പോൾ സത്യമായ കാര്യമാണ്. പക്ഷേ നോഹയോട് പറയുമ്പോൾ ഈ 2 കാര്യങ്ങളും പറഞ്ഞില്ല. കാരണം നോഹ പാപത്തിൽ നിന്ന് കയറി വന്ന ആളാണ്. പാപത്തിൽ ഉരുവായി അല്ലേ. ശേത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദമിനെ എന്ത് സാദൃശ്യത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്? ആദമിനെ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും. ശേത്ത് ജനിച്ചപ്പോൾ ആ ശേത്തിന്റെ സ്വരൂപം സാദൃശ്യം ആരുടെയാ? ആദമിൻ്റെതാ. ദൈവത്തിന്റെ സ്വരൂപം പോയി. എന്താ സ്വരൂപവും? എന്താ? എഫെസ്യർ 4:23 നീതിയും വിശുദ്ധിയും ദൈവസ്വരൂപം അല്ലേ. സാദൃശ്യം എന്താ? ദൈവം ത്രിയേകനായിരിക്കുന്ന പോലെ നമുക്ക് വേണ്ടി സോളും സ്പിരിറ്റും ബോഡിയൊക്കെ വിട്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമുക്ക് ദൈവം പറഞ്ഞു. സന്താനപുഷ്ടിയുള്ളവരായി, അല്ലെങ്കിൽ ബി ഫ്രൂട്ട്ഫുൾ, പെരുകി നിറഞ്ഞ് അടക്കി വാഴുക. പക്ഷെ പാവനിമിത്തം ഈ 5 കാര്യങ്ങളിൽ 3 മാത്രം നല്ലവണ്ണം മനുഷ്യർ ചെയ്യുന്നുണ്ട്. ബാക്കി 2 കാര്യങ്ങൾ ഇന്നില്ല അല്ലേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് 4ാമത്തെ കാര്യം ദൈവം തിരിച്ചു വന്നു. എന്തൊക്കെയാ 4ാമത്തെ കാര്യം? തിരിച്ചു പിടിക്കുക, സബ്ഡ്യൂ അല്ലേ, അടക്കുക. പക്ഷെ നമുക്ക് മാത്രം അടക്കാൻ കഴിയത്തുള്ളൂ. പാപത്തെ, ജഡമോഹങ്ങളെ, സാത്താനെ, ലോകമോഹങ്ങളെ അടക്കാൻ കഴിയുന്ന ഒരു കൂട്ടർ ഈ ഭൂമിക്കകത്തുണ്ടെങ്കിൽ അത് വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. എൻ്റെ മോഹങ്ങൾ അടക്കണമെങ്കിൽ അത് വേറെ ഒരുത്തരും കഴിയത്തില്ലത്. പണ്ടൊരു പുള്ളിക്കാരൻ തപസ്സിരിക്കാൻ പോയി. ആരാ? ഒരു സന്യാസി അല്ലേ, പേരറിയാലോ അല്ലേ. ആ പുള്ളി ഇരുന്നോണ്ട് കാട്ടിലിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുക. നിറച്ച് മുഴുവൻ മൊത്തം പുറ്റു പിടിച്ച്, മേല് മുഴുവൻ പുറ്റു പിടിച്ച്. പുള്ളി അവിടെ നിന്ന് കൊട്ടിയ തപസ്സ പരമശിവന് അല്ലേ, പരമശിവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. അവസാനം എന്താ പറയുക, സ്വർഗത്തിലെ, ഞാൻ കഥയാണ്
മറ്റേ കഥ പറഞ്ഞാലോ, പേടിക്കണ്ട. സ്വർഗത്തിൽ ഇന്ദ്രന്മാർക്ക് ഭയങ്കര കിടുകിടാ വരച്ചു. ഈ പുള്ളിക്കാരൻ വല്ല വരവും ചോദിച്ച് സ്വർഗം മുഴുവനും പുള്ളി കൊണ്ടുപോയി, ഞങ്ങൾ ഇവിടെ അടിമയായി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഈ മറ്റേ ഇന്ദ്രനും കൂട്ടുകാരൊക്കെ കൂടി പോയിട്ട് ശിവന്റെ അടുക്ക പോയിട്ട്, ശിവനെ ആ പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സ്വർഗം പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പണിയെ ഒരു പെൺകുട്ടി ഞങ്ങൾ ഇറക്കി വിടാൻ പറഞ്ഞു. അല്ലേ, രമ്പ ഇങ്ങാട് അണിഞ്ഞൊരുങ്ങി വന്ന് ചുടത്ത് മറ്റേ ചാണകമൊക്കെ പിടിച്ച് തേച്ചിങ്ങ വന്നിട്ട് തോന്നുന്നു ഒരു 2 ആട്ടമാടി. ഇപ്പോൾ ഈ പുള്ളിക്കാരനെ വിശുദ്ധിയും പോയി, പ്രയറും പോയി, അല്ലേ, പ്രാർത്ഥനയും പോയി, പുള്ളി ആ പെണ്ണിൻ്റെ കൂടെ പോയി. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ആഗ്രഹിച്ചാൽ നിൽക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ പോകാൻ കഴിയത്തില്ല. എന്തുമാകട്ടെ, ഇപ്പോൾ നമുക്ക് കഴിയും അവൻ്റെ ആത്മാവിനാൽ. ഇന്ന് അടക്കുന്നവരാണ് 1000 ആണ്ടിൽ വാഴുന്നവർ. ഉൽപ്പത്തിയിൽ കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ മടക്കി ദൈവം നമുക്ക് തരാൻ പോവുകയാണ്. ഇന്ന് അടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇന്ന് നമുക്ക് വാഴ്ചയില്ല, നമുക്കറിയാം. സ്പിരിച്വൽ റിലത്തിൽ മാത്രമാണ് 2-3 നിലകൾക്ക് നമുക്ക് പണിയാൻ പറ്റും. 4-5 നില നമുക്ക് പണിതുകൊണ്ടിരിക്കുക നമ്മളൊക്കെ, അല്ലേ? അത് വലിയൊരു പോരാട്ടത്തിലൂടെ പണിതുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പോരാട്ടം നമുക്കുണ്ട്. നമ്മളിന്ന് വലിയ പോരാട്ടമാണ് നമുക്കല്ലേ. ഏറ്റവും വലിയ ശത്രു ആരാ? നിങ്ങളൊക്കെ തന്നെ ആണോ? അല്ല, ഞാൻ തന്നെ എൻ്റെ ശത്രു. എൻ്റെ മനസ്സാണ് എൻ്റെ ഏറ്റവും വലിയ, അല്ലേ, ഇവിടെ എൻ്റെ മോഹങ്ങളൊക്കെയാ ഏറ്റവും വലിയ എൻ്റെ ശത്രു. അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ ഇടിച്ചിടിച്ച് അടക്കുക നമ്മൾ, അല്ലേ? അങ്ങനെ ചെയ്ത് നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് പോയി കഴിഞ്ഞ ശേഷമാണ് 1000 ആണ്ടിൽ നമ്മൾ ഡൊമീനിയൻ വാഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നത്. പക്ഷെ ഇതല്ല ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ പാപനിമിത്തം ഇതൊക്കെ സംഭവിച്ചു പോയി, നമുക്കെല്ലാം അറിയാം. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. ലോകത്തോടും ജഡത്തോടും പിശാചിനോടൊക്കെ നമ്മൾ സ്വയത്തോട് പാപത്തോടൊക്കെ നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുക, അല്ലേ? പോരാട്ടം മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും തോൽവി അല്ലേ? പോരാടുന്നുണ്ട് ശാസ്ത്രം, തോൽവി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇല്ല, തോൽവിയല്ല. പോരാടേണ്ടത് പോലെ പോരാടിയാൽ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ വചനപ്രകാരം പോയാൽ തീർച്ചയായും നമ്മൾ അതിനൊക്കെ ജയിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതാണ്, ആഴമായി ചിന്തിച്ചതാണ്. ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ദൈവം നമുക്ക് കിങ്ഡം തരുവാനായിട്ട് ദൈവം പ്രസാദിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടു. ദൈവം നമ്മെ രാജാക്കന്മാരായി വിളിച്ചിരിക്കുന്നു എന്നൊക്കെ കണ്ട് നമ്മൾ ലൂക്കോസിൽ പറഞ്ഞ ഓക്കെ, നമുക്കറിയാം നമ്മുടെ കർത്താവ് ഇന്ന് രാജാവായിട്ടില്ല, അല്ലേ? അവൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ വെറും ആട്ടിൻ തൊഴുത്തിലാണ് ജനിച്ചത്, അല്ലെ? ഒരു പശു തൊഴുത്തിൽ, ഒരു സാധാ ഒരു തൊഴുത്തിലാണ് ജനിച്ചത്. അവൻ രാജാവായിരുന്നില്ല. ഒരു രാജകൊട്ടാരത്തിലുള്ള കർത്താവ് ജനിച്ചത്. അവൻ ഭൂമി ജീവിച്ചപ്പോഴും ഒരു രാജാവും അല്ലെ അവനെ ആക്കിയില്ല. അവസാനം മനുഷ്യർ അവനൊരു കിരീടം കൊടുത്തു, അല്ലേ? ക്രൗൺ ഓഫ് മോക്കറി, നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും തുപ്പലിൻ്റെയും ഒക്കെയുള്ള ഒരു കിരീടം അവന് കൊടുത്തു. നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായി പഠിച്ചതാ. എന്നാൽ വെളിപ്പാട് 1:14 നോക്കുമ്പോൾ നമുക്കറിയാം, വെളിപ്പാട് കാണുമ്പോൾ അല്ലെങ്കിൽ ദർശനം കാണുമ്പോൾ, അപ്പോസ്തലനായ യോഹന്നാൻ കാണുമ്പോൾ അവന്റെ തലയിൽ ഇപ്പോഴും എന്തില്ല? കിരീടമില്ല. ഇപ്പോഴും എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതാ, അല്ലേ? വെറും എന്താ പറയാ, വെള്ള പഞ്ഞി പോലെയുള്ള മുടി മാത്രമേ ഉള്ളൂ. ഒരു രാജാവാകണമെങ്കിൽ അവന് തലയിൽ കിരീടം വേണം, ഇല്ലേ? എന്നാൽ വെളിപ്പാട് 14:14 വരുമ്പോൾ പഠിച്ചതാണ്, അവന്റെ തലയിൽ എന്തുണ്ട്? കിരീടമുണ്ട്. വെളിപ്പാട് വാക്യങ്ങളെ 19-12 വരുമ്പോൾ അവന്റെ തലയിൽ അനേക കിരീടങ്ങളെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? മെനി ക്രൗൺസ്, മലയാളത്തിൽ അങ്ങനെയല്ല, എന്തൊക്കെ വേറെന്തോ വാക്ക, രാജമുടികൾ എന്തൊക്കെ അവിടെ നമ്മൾ പഠിച്ചത്. രാജമുടികളല്ല, മെനി ക്രൗൺസ്. മെനി ക്രൗൺസ് 19-20 അവിടെ തല ഒരുപാട് കിരീടങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ജയിച്ചവിടെ ചെല്ലുന്നവർക്ക് അവൻ ഓരോന്നായി നമ്മുടെ തലയിലേക്ക് വെച്ച് അതുകൊണ്ട് അവരുടെ തലയിൽ രാജമുടികളല്ല, മെനി ക്രൗൺസ്, അവന് ഒരുപാട് കിരീടങ്ങൾ അവരുടെ തലയിലുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ആഴമായി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ജയിച്ച് അവനടുക്ക് ചെല്ലുമ്പോൾ അവൻ നമുക്ക് വേണ്ടി തരും. അങ്ങനെ ആ 5ാമത്തെ ഡൊമിനിയൻ വാഴ്ച എന്ന് പറയുന്ന കാര്യം അന്ന് അവിടെ സംഭവിക്കും. നമുക്ക് അതിനെക്കുറിച്ച് ആഴമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. നമ്മളതൊക്കെ വിട്ടുപോകുന്നു. ജസ്റ്റ് ഓടിക്കുക മാത്രമാണ്. ദൈവരാജ്യം കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം പറഞ്ഞു, ദൈവരാജ്യം കാണാൻ കഴിയും, കടക്കാൻ കഴിയും. പോരാ, ഒന്നും കൂടിയുണ്ട്, ഇത് അവകാശമാക്കണം നമ്മൾ, അല്ലേ? ഇതൊക്കെ നമ്മൾ അതിൻ്റെ എന്താ അവകാശങ്ങളെന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ ദൈവരാജ്യം അവകാശമാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്നും ഹൃദയത്തിനകത്ത് എല്ലായിടത്തും കർത്താവ് രാജാവായി വാഴുന്നില്ല, അല്ലേ? എല്ലായിടത്തൊക്കെ ഞാൻ തന്നെയാ രാജാവ്, ഇവിടെ ഞാൻ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നോണ്ടിരിക്കുക നമ്മൾ അല്ല. മുഴുവനും കർത്താവ് രാജാവായി ഭരിക്കണം.
ഈ ഹൃദയം മുഴുവനും കർത്താവ് അവകാശമാക്കി എടുക്കണം. അതുകൊണ്ട് ദൈവരാജ്യം കാണാൻ കഴിയും, കടപ്പാൻ കഴിയും. അത് നമ്മളൊരു ആയുസ് കൊണ്ട് നമ്മൾ അവകാശമാക്കി എടുക്കും എന്ന കാര്യം മറന്നു പോകരുത്. അവൻ്റെ ആത്മാവിനാൽ കൂടെ നിന്നുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് എത്രയോ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് വീണ്ടും കേൾക്കണമെങ്കിൽ രാജുവിൻ്റെ കയ്യിൽ കൊടുത്താൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ദൈവരാജ്യം കണക്ക് കൂട്ടുന്നല്ലേ? കണക്ക് കൂട്ടി നോക്കിയോ? കൂട്ടി നോക്കണം നമ്മൾക്ക് അല്ലേ? ഇവിടുത്തെ സമ്പത്ത് സമൃദ്ധിയൊക്കെ നമ്മൾ ഒരു വശത്തേക്ക് വെച്ച് നോക്കുക. പണ്ട് മിസ്രൈമിലെ അല്ലേ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗം, പാപത്തിനോട് ചെറിയ സോക്കയുണ്ട് അല്ലേ? അതിനേക്കാൾ വലുത് ദൈവമക്കളോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ വരാനിരിക്കുന്ന ഒരു ലോകത്തിൽ എനിക്ക് കർത്താവിനോടുകൂടി നിത്യം വാഴാനെന്ന് അവൻ കൂട്ടി നോക്കി മോശ അല്ലേ? ആ ത്രാസിൽ കൂട്ടി നോക്കി. മിസ്രൈമിലെ സമ്പത്ത് മുഴുവനും ഒരു ത്രാസിൽ വെച്ചു. 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകളിൽ എൻ്റെ പിരമിഡും വരും. എൻ്റെ പേര് മോശ എന്ന് പറയുന്ന വലിയ പിരമിഡ് ഉണ്ടാകും. കോടി അല്ലേ? 1,00,000 പണിക്കാർ 30 വർഷം അധ്വാനിച്ച്, 1,00,000 പണിക്കാർ 30 വർഷം അധ്വാനിച്ചുണ്ടാക്കുന്ന പിരമിഡ്. 13.5 കിലോ സ്വർണം കൊണ്ട് അവൻ്റെ ഫേസ് മാത്രം ഉണ്ടാക്കുക. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. അത്രയും വലിയ പിരമിഡിന്റെ ഉടമസ്ഥനാകേണ്ട മോശ ആ വലിയ മഹത്വം മുഴുവനും ഒരു ത്രാസിലേക്ക് വെച്ച് നോക്കി. ഇപ്പുറത്ത് ദൈവത്തിന്റെ മക്കൾ, അദൃശ്യനായ ആത്മീയനായ മരണമില്ലാത്ത നിത്യനായ പ്രപഞ്ചത്തിന് ഉടയവനായ ദൈവത്തിന്റെ മക്കളെ നോക്കിയപ്പോൾ അയ്യോ, ഈ ആയുസ് മുഴുവൻ ഇവിടെ അസ്തമിച്ചു പോകും, ഇവരോടുകൂടി ജീവിച്ചാൽ എനിക്ക് ദൈവത്തിന്റെ പരദീസയിലെത്താം, നിത്യമായി ജീവിക്കാൻ കഴിയുമെന്ന് മോശ തൂക്കി നോക്കിയപ്പോൾ അവന് മനസ്സിലായി അല്പകാലത്തേക്കുള്ള സുഖങ്ങൾ അവൻ നിസ്സാരായ എണ്ണിയിട്ട് അവൻ തീരുമാനിച്ചു ക്രിസ്തുവിന്റെ മക്കളോടുകൂടി കഷ്ടം അനുഭവിക്കുവാനായിട്ട്. ഉണ്ടോ? നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ തൂക്കി നോക്കുക. നമ്മുടെ സമയം കിട്ടിയാലൊക്കെ തൂക്കി നോക്കുക. ഏത് വേണമെന്ന് നമ്മുടെ തീരുമാനം പോലെ ഇരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും ഒടുക്കം ഒരു ബാലൻസ് ഷീറ്റ് വരും, ഒരു കണക്ക് എഴുതി കൊടുക്കേണ്ടി വരും. നമ്മൾ അന്ന് മറ്റേ പുള്ളിക്കാരനെ പിളകിയതുപോലെ അല്ലേ, ഇളകിപ്പോകാതിരിപ്പാൻ ഇന്ന് ബലത്തോടെ നിൽക്കാൻ നമുക്കറിയാൻ കഴിയും. ഓക്കെ, ഈ മഹത്വം മുഴുവനും ഇസ്രായേലിലെ തലം മുഴുവനും ഈ ഭൂമിയിൽ മാത്രമായിരുന്നു. നമുക്കറിയാം. പാട്ടുകാരൊക്കെ കയറിക്കോ. ഓക്കെ, ദിവരാജ്യത്തിൽ കടക്കാൻ കഴിയാത്തവരൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. വെളിപ്പാട് പുസ്തകം നമ്മുടെ വാക്ക് പഠിച്ചു. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ. എപ്പോഴാണ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്? എപ്പോഴാ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയത്? യെസ്, രക്ഷിക്കപ്പെടുമ്പോഴല്ല എന്റെയും നിങ്ങളുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. ലോകമുണ്ടാകുന്നതിന് മുമ്പേ എന്റെയും നിങ്ങളുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ടാ ഈ തലമുറയിൽ ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ആദമിന്റെ ലോയിൻസിൽ കടിപ്രദേശത്ത് ഞാനും നിങ്ങളും ഉണ്ടായത് കൊണ്ടാ ഈ തലമുറയിൽ ഭൂമിയിൽ അല്ലേ ഒരു മനുഷ്യന്റെ മകനായി ഈ ഭൂമി ജനിച്ചത്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ രക്ഷിക്കപ്പെടുമ്പോഴല്ല, ആ ലോകസ്ഥാപനത്തിങ്കിൽ മുതൽ എന്നെയും നിങ്ങളെയും കർത്താവ് അറിയുന്നു, ഓർക്കുന്നു. അറിയുമ്പോൾ എത്ര വലിയ സ്നേഹമാണ്. ഇനി ഇപ്പോൾ ജനിപ്പിച്ചത് വീണ്ടും ജനിപ്പിച്ചു, പക്ഷേ ഒരു പരിശോധനയിലൂടെ ദൈവം നമ്മെ കടത്തിവിടുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പഠിച്ചു, ജീവന്റെ പുസ്തകത്തിൽ പേർ മായ്ച്ചു കളയാതെ എഴുതിയ പേര് അപ്പൊ എന്തു സംഭവിക്കും? എഴുതിയവന്റെ കയ്യിൽ പേന മാത്രമല്ല, അവന്റെ കയ്യിൽ എന്തുകൂടിയുണ്ട്? ഒരു റബ്ബറും കൂടിയുണ്ട്, എറൈസറും കൂടിയുണ്ട്. മര്യാദക്ക് നിലവിൽ ജീവിച്ചാൽ അത് മായാതെ തിരുത്തി കാണാം. ജഡത്തിന്റെ പുറകെ പോയി അല്ലെ, ലോകമോഹങ്ങളുടെ പുറകെ പോയിട്ട് വെറുതെ ദേമാസിനെ പോലെയൊക്കെ അല്ലെ, ഒരു അപ്പോസ്റ്റലാകേണ്ട ഇസ്കിരിയോത്തെയൊക്കെ പോലെയൊക്കെ നമ്മൾ പോയി നടന്ന് അവസാനം കർത്താവ് റബ്ബർ വെച്ച് എൻ്റെ പേരാണ് എഴുതിയത്, നിങ്ങളുടെ പേരാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറയും, അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് തന്നെ എഴുതി വെച്ചതാ. കുഴപ്പമൊന്നുമില്ലല്ലോ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്തായാലും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവരാജ്യത്തിനകത്ത് ചെറിയവരും വലിയവരും ഉള്ളതൊക്കെ ഒരുപാട് കാര്യം നമ്മൾ കണ്ടു. ദൈവരാജ്യത്തിലാണ് നമ്മൾ ജനിക്കേണ്ടത്. 2 ജനത്തെക്കുറിച്ച് പഠിച്ചു. 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കുകയാണ്. ദൈവരാജ്യത്തിനകത്ത് 2 ബർത്ത് നമുക്കുണ്ട്. ഒന്ന് സ്പിരിച്വൽ ബർത്ത്, 2 ഫിസിക്കൽ ബർത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. 2 ജന ഒരേ സമയം 2 സിറ്റിസൺഷിപ്പ് ഉള്ള മക്കളാണ് നമ്മളെല്ലാവരും. ഓക്കെ, ഒരുപാട് കാര്യം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച കാര്യങ്ങളാണ്. ഞാനത് വിട്ടുപോകുക. ഹല്ലേലൂയ. നമ്മുടെ യഥാർത്ഥ മനുഷ്യന്റെ 2 ഭാഗങ്ങളും അദൃശ്യമാണ്, ദൃശ്യമല്ല ഒക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. നമ്മുടെ ഹൃദയത്തിനകത്ത് വീണ്ടും ജനനം സംഭവിച്ചെന്ന് പോകട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിപ്പോൾ 2 അല്ലേ, എന്നെയും നമ്മുടെ 2 ബർത്ത് സംഭവിച്ചു. ഒന്ന് സ്പിരിച്വൽ ബർത്തും, 2 മറ്റത് ഫിസിക്കൽ ബർത്തും. 2ഉം ഗുണം ചെയ്യും. നമുക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ നമുക്ക് നിത്യതയിൽ ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചു കൂട്ടാൻ കഴിയും. കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടതാണ്.
നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യട്ടെ. കർത്താവ് നിങ്ങളൊക്കെ സഹായിക്കട്ടെ. വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പെൻഡ്രൈവിനെ കൊടുത്ത രാജ്യം തരും. യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി ഇരിക്കട്ടെ. നമുക്ക് ബുക്കുകളൊക്കെ താഴെ വെച്ചിട്ട് നമുക്ക് കർത്താവിന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രി നമുക്ക് പിരിയാം. ലോകെ ഞാൻ നോട്ടം തികച്ചു എന്ന പാട്ട് പാടി ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ദൈവവചന പഠന ക്ലാസ്സിന്റെ ഏകദേശം 30 ക്ലാസ്സുകളോളം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഒരു ദൈവവചനത്തിന് അടിസ്ഥാനം കർത്താവ് നമ്മുടെ ദൈവദാസനിലൂടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇട്ടിരിക്കുകയാണ്. ഇനി അടുത്ത തലത്തിലേക്കാണ് അടുത്ത ക്ലാസ് കടന്നു പോകുന്നത്. എന്നാൽ കഴിഞ്ഞ 30 ക്ലാസ്സുകളിലൂടെയും വരുവാനും ഈ ദൈവവചനം പഠിക്കുവാനും ദൈവം വലിയ കൃപയാണ് നമ്മൾക്ക് ഓരോരുത്തരും നൽകിയത്. മർക്കോസിൽ നാം വായിച്ചു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. സഭയിൽ അനേകം പേരുണ്ടെങ്കിലും ഏകദേശം ഇത്ര ആളുകൾ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം കർത്താവ് മുന്നമേ കണ്ട് ഈ ദൈവരാജന ക്ലാസ്സിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച് നമ്മളെ സഭയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുവാൻ ദൈവം കൃപ തന്നത് അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഒരു ചെറിയ സംഭവം. നമുക്ക് 1 രാജാക്കന്മാർ 19 അധ്യായം 13 മുതൽ അതിന്റെ 18 വരെ വാക്യങ്ങളിൽ ഏലീശ ഇസബെലിനെ പേടിച്ച് ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഒരു മൃദുസ്വരമായി നമ്മുടെ കർത്താവ് ഇറങ്ങി വരികയാണ്. അവിടെ ചോദിക്കുക, നിനക്കിവിടെ എന്ത് കാര്യം? പേടിച്ച് ഭയപ്പെട്ട് നിനക്ക് ഈ പർവ്വതം എന്ത് കാര്യം? അപ്പോൾ ഏലീശ അതിന് മറുപടി പറയുന്നു, കർത്താവേ, ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ ദൈവജനം നിന്റെ യാഗപീഠത്തെ തകർത്ത് കളഞ്ഞു. സത്യപ്രവാചകന്മാരെ, സത്യം പറയുന്ന പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറയുകയാണ്, നീ തിരിച്ചു പോണം. ഹല്ലേലൂയ. എന്നിട്ട് 3 പേരുകൾ കർത്താവ് പ്രത്യേകമായി ഏലീശ പറയാ. ഒന്ന്,
നീ ഇസ്രായേൽ രാജാവായിട്ട് ഹസായേലിനെ അഭിഷേകം ചെയ്യണം. 2, അരാം രാജാവായിട്ട് യേഹുവിനെ അഭിഷേകം ചെയ്യണം. മറ്റൊന്ന്, നിനക്ക് പകരമായി ഏലീശായെ അഭിഷേകം ചെയ്യണം. എന്നിട്ട് പറയാ, ഹസായേലിന്റെ വാളിന് തെറ്റി ഒഴിയുന്നവരെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിനെ തെറ്റി ഒഴിയുന്നവരെ ഏലീശായും കൊന്നോളും. എന്നാൽ ബാലിന് മുഴങ്ങാത്ത മുടങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത നാവുള്ളവരുമായി 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഏലീശായ്ക്ക് ശേഷം 3 പേരെ അന്ന് അഭിഷേകം ചെയ്തെങ്കിൽ, ഇന്ന് ഈ ദൈവസഭയുടെ മുമ്പാകെ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുക. ഒരു യേഹുവായി, ഒരു ഹസായേലായി, ഒരു ഏലീശ പ്രവാചകനുമായി. എന്തിനാണെന്നറിയാമോ? സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. യാഗപീഠത്തെ ഇടിച്ചു കളയുന്നവരെ, സത്യ ഉപദേശത്തെ മാറ്റി നിർത്തുന്നവരെ എന്ത് ചെയ്യണം? ദൈവവചനത്തിന്റെ വാളാൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം അറിയാമോ? ഹല്ലേലൂയ. ഈ സത്യവചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കണം. അവരുടെ പഴയ മനുഷ്യരെ മരിപ്പിപ്പാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? വാള് കൈ തന്നിരിക്കുന്നു, ആ ദൈവവചനത്തിന്റെ വാള്. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കർത്താവ് നമ്മളെ കണ്ടതുകൊണ്ട് ആ ഉത്തരവാദിത്തം തന്നുകൊണ്ടാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. സഭയിൽ ഇടർച്ച കൊണ്ടുവരുന്നവരെ, ഹല്ലേലൂയ, ദുരുപദേശം കൊണ്ടുവരുന്നവരെ, ഭിന്നത കൊണ്ടുവരുന്നവരെ, ഈ ദൈവികമല്ലാത്ത കാര്യങ്ങളെ കൊണ്ടുവരുന്ന ഏവരെയും ഹസായേലിന്റെ റോളിൽ, അല്ലെങ്കിൽ യേഹൂവിന്റെ റോളിൽ, ഏലീശ പ്രവാചകന്റെ റോളിൽ വാളുമായി നിൽപ്പാൻ, ദൈവവചനത്തിന്റെ സത്യോപദേശമായി നിൽപ്പാൻ നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ച് വേർതിരിച്ച് 30 ക്ലാസുകൾ പഠിപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമുക്ക് എന്ത് ചെയ്യണം? ആ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മനുഷ്യരെ നമ്മൾ കേട്ടു, ഈ ലോകം ഭൂമിയിലല്ല, നിത്യതയിലേക്ക് ഉയർത്തുന്ന ദൈവത്തിന്റെ വചനങ്ങൾ, ആ മനുഷ്യരുടെ മോഹത്തിൽ നിന്ന് മാറ്റി ദൈവികമായ മോഹത്തിലേക്ക് ഉയർത്തുന്ന കാര്യങ്ങൾ, ഉയരങ്ങളിൽ ചിന്തിക്കുവാനുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പഠിപ്പിക്കുവാനുള്ള ആ ഉപദേശങ്ങൾ നമ്മൾ പറയുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്വം തന്നുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ഒരു ഘട്ടം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച മുതൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മൾ ഓരോരുത്തരും ദൈവസഭയിൽ നമ്മളാക്കി വെച്ചിരിക്കുന്നത് ഉത്തരവാദിത്തങ്ങളോട് കൂടിയാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്. യേഹുവും ഹസായേലും ഏലീശയും തെറ്റിയൊഴുതൽ വെട്ടാനുള്ളതാണ്, പരസ്പരം വെട്ടാനുള്ളതല്ല. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുകയും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠന്മാരെ നേടുകയും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞ് നമുക്ക് കണ്ണുകളെ അടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, കഴിഞ്ഞ 30 ആഴ്ചകളിലൂടെ ദൈവദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവേ, ഞങ്ങളുടെ പല കാരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പല ക്ലാസ്സുകളിലും, ചില ക്ലാസ്സുകൾ ഒഴികെ മറ്റെല്ലാത്തിലും എല്ലാവരും വരുവാനായുള്ള കൃപ ദൈവം തന്നല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തികളായി മാറുവാൻ കർത്താവെ, ഞങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്ന പോലെ അനേകരെ പഠിപ്പിക്കുവാൻ, ഇടർച്ചകളെ മാറ്റിക്കളയുവാൻ, ഞങ്ങൾ തന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെണ്ണി എല്ലാവരെയും ഹല്ലേലൂയ തന്നേക്കാൾ വലിയൊരുന്ന് കാണുവാൻ തക്കവണ്ണമുള്ള ആ കർത്താവിന്റെ കൃപ അടിയങ്ങൾ കൂടി ഇരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷതയിൽ ഹല്ലേലൂയ നമ്മുടെ ദൈവവും പിതാവിനും മുമ്പാകെ കർത്താവ് ഞങ്ങളെ ഹൃദയം അനിന്യനെ വെളിപ്പെടാൻ തക്കവണ്ണം ഞങ്ങളെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളതായിരിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ പ്രാർത്ഥന നമുക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം നടക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന്റെ വരവിൽ നമ്മളെല്ലാം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ജയനത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.